ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം നമുക്ക് ആരംഭിക്കാം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ അതിമനോഹരമായിട്ടുള്ള അധ്യായങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാഗവതം മൊത്തത്തിൽ തന്നെ ഒരുപാട് മനോഹരമാണ്. പക്ഷെ എന്നാലും കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയുടെയും ചരിത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ നിയോഗത്താൽ ഇവരൊന്നിക്കുകയാണ്. സാക്ഷാൽ കപിലമുനി, ഭഗവാൻ തന്നെ കപിലമുനിയായിട്ട് അവതരിക്കുന്ന രംഗമാണ്. കപിലമുനി ദേവഹൂതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന പല പല ശിക്ഷണങ്ങളും അത് നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. അത് നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ. ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉമജ്ഞാനതിമിരന്ദസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാശ്രിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദം സഗണലളിതാ ശ്രീവിശാഖാന്വിതം സ്യ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനേ നമാചാര്യപാദായ നിതായ ധ്രുവപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാർഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതവിസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ ഗൗരായതേ. ഗൗരാവിർഭാവഭൂമേ സ്വം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോദ്വന്ദ്വോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബോജോ രാധാ മദനമോഹന. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഘോവിന്ദദേവോ പൃഷ്ഠാലഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭീവം ശ്രീപടിത്തടസ്ഥിത കർഷൻ വേണുസ്മരേർഗോപീൻ ഗോപീനാഥശ്രിയേസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ഉതം കരോതി വാചാലം ബന്ധും ഭംഗായ ദേഗ്രം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം രാമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. നമ്മൾ 22ാമത്തെ അധ്യായത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. 39 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. മൈത്രേയ ഉവാച ഏവം അവിഷ്കൃതാ ശേഷഗുണ കർമ്മോദയോ മുനിം സവൃതാ ഇവ ത്വം സമ്രാട് ഉപാരതം ഉവാച. മൈത്രേയ ഋഷി പറഞ്ഞു, സ്വയംഭൂ മനുവിനെ ഒരുപാട് സ്തുതിച്ചു കർദമ പ്രജാപതി. അപ്പോൾ സ്വയംഭൂ മനുവിന് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. മനു ഉവാച ബ്രഹ്മസൃജാത് സ്വമുഖതോ യുഷ്മാൻ ആത്മാ പരിപ്സയ ചന്ദോമയസ്തപോ വിദ്യാ യോഗയുക്താനലംപതാൻ. ഇത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. സജ്ജനങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ അവരെപ്പോഴും സ്വന്തം കാര്യം പൊക്കി പറയുന്നതല്ല, അവർ മുന്നിലുള്ള വ്യക്തികളെയാണ് സ്തുതിക്കുന്നത്. ഇന്ന് അത് കാണാൻ വളരെ കുറവായിരിക്കും. പൊതുവെ കുറച്ച് പേര് ഒത്തുകൂടുമ്പോൾ എപ്പോഴും സ്വന്തം കാര്യം, ഞാൻ വലിയ സംഭവമാണെന്ന് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഭക്തർ തമ്മിൽ വരുന്ന ഒത്തുകൂടുന്ന സമയത്ത് എപ്പോഴും ആ മറ്റു ഭക്തരെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് നമുക്കിവിടെയും കാണാൻ പറ്റുന്നത്. കർദമ പ്രജാപതി നോക്കിക്കഴിഞ്ഞാൽ 10,000 വർഷം തപസ് ചെയ്ത് സാക്ഷാൽ ഭഗവാന്റെ ദർശനം കിട്ടിയ ആളാണ്. എന്നിട്ട് ഇവിടെ സ്വയംഭൂ മനുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് കേട്ടിട്ട് സ്വയംഭൂ മനു ഞാൻ വലിയ സംഭവമാണ് അങ്ങനെയും ചിന്തിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കും. സ്വയംഭൂ മനു എന്താണ് ഉത്തരം പറയുന്നത്? ഇവിടെ പറയുന്നു, വേദജ്ഞാനമെല്ലാം വിസ്തരിക്കാനായിട്ട് ബ്രഹ്മദേവൻ വേദങ്ങളുടെ വ്യക്തിരൂപത്തിൽ സാക്ഷാൽ വേദങ്ങളുടെ വ്യക്തിരൂപമാണ് ബ്രഹ്മദേവൻ. അതേ ബ്രഹ്മദേവന്റെ മുഖത്തിൽ നിന്നാണ് അങ്ങ് വന്നിരിക്കുന്നത്. കാരണം അങ്ങ് ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്, തപസ്യ ചെയ്യുന്നവരാണ്, അറിവ് ഒരുപാടുണ്ട്, അതീന്ദ്രിയ ജ്ഞാനമുണ്ട്, സിദ്ധികളുണ്ട്, ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ സ്തുതിക്കുന്നു, പക്ഷെ അങ്ങാണ് സ്തുതിക്ക് അർഹൻ എന്ന് പറയുക. അന്നേരം ഇതൊരു രാഷ്ട്രീയ കളിയുമല്ല. ഇത് രാഷ്ട്രീയത്തിൽ നമ്മുടേതായിട്ടുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടി മുന്നിലുള്ള വ്യക്തിയെ സ്തുതിക്കുന്ന അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആ മുന്നിലുള്ള വ്യക്തിയുടെ ഗുണങ്ങളെ കണ്ടുകൊണ്ട് പറയുകയാണ്. അന്നേരം നമുക്ക് ആ ഒരു കണ്ണാണ് വേണ്ടുന്നത്. നമ്മുടെ കണ്ണ് എപ്പോഴും മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആവരുത്. ഒരു മിനിറ്റ്. അന്നേരം നമ്മുടെ കണ്ണ് എപ്പോഴും മറ്റുള്ളവരുടെ നന്മ കാണാൻ വേണ്ടിയായിരിക്കണം. ഞാൻ സത്സംഗത്തിൽ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള അധികാരം അച്ഛനമ്മമാർക്ക്, ഗുരുവിന്, ധർമ്മദേവന്, ഭഗവാൻ, ഇവർക്കേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കണം. അത് കുറ്റങ്ങളെ കാണാൻ പറ്റുമല്ലോ, അല്ലെ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കുറ്റങ്ങളെ കാണാൻ പറ്റും, ഭർത്താവിനും ഭാര്യയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. അതൊരു സൗഹൃദത്തിൻ്റെ പുറത്തായിട്ടുള്ളതാണ്.
അതും അവിടെ ഈഗോ വരരുത്. ഏതൊരു ബന്ധത്തിൻ്റെ ഇടയിലും ഈഗോ വരും. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വലിയ സംഭവമാണ്, ഞാൻ പറയുന്ന എല്ലാം ശരി, ഞാൻ പറയുന്ന എല്ലാവരും അംഗീകരിക്കണം. പണ്ട് ഒരു സിനിമയിലൊരു പാട്ടില്ലേ, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേധാവി, ശരിയും തെറ്റും കണ്ടറിയും എന്നൊക്കെ പറയുന്ന ആ ഒരു മനോഭാവം, അതാണ് പ്രശ്നം. അന്നേരം ആ ഒരു ഈഗോ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും വളരെ സൂപ്പറായിട്ട് നടക്കും, അല്ലേ? പക്ഷെ ഈഗോ വരുമ്പോൾ എല്ലാം കുളമാകുന്നില്ല. ഈഗോ കാരണം ബന്ധങ്ങൾ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ കരുതുന്നു, നമ്മുടെ ഈഗോ ജയിച്ചു എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ ബന്ധം തകർന്നിട്ട് പിന്നെ എന്ത് ജയമാണിത്, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തത്രാണായാസൃജാസ്മാൻ ദോഹസഹസ്രാത് സഹസ്രപാൻ ഹൃദയം തസ്യ ഹി ബ്രഹ്മക്ഷത്രം അംഗം പ്രചക്ഷതേ. അന്നേരം ഇവിടെ സ്വയംഭൂ മനുവിനെ സ്തുതിച്ചു. അദ്ദേഹം ക്ഷത്രിയനാണ്. എന്നിട്ട് ക്ഷത്രിയൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ സ്വയംഭൂ കർദമ പ്രജാപതി പറഞ്ഞു. പിന്നെ കർദമ പ്രജാപതി ബ്രാഹ്മണനാണ്, ബ്രഹ്മഋഷിയാണ്. അതുകൊണ്ട് കാരണം ആദ്യ ബ്രാഹ്മണൻ ബ്രഹ്മദേവനാണ്. അന്നേരം ബ്രഹ്മദേവനിൽ നിന്നും ആ ബ്രാഹ്മണ കാര്യങ്ങൾക്ക് വേണ്ടി, ബ്രാഹ്മണരുടെ ജോലി എന്താണ്? ശാസ്ത്രം പഠിക്കുക, ശാസ്ത്രം പഠിപ്പിക്കുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ ആ ഒരു മാർഗത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരിക, യജ്ഞം ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ദാനധർമ്മം സ്വീകരിക്കാം. ഇതാണ് ബ്രാഹ്മണരുടെ ജോലി എന്ന് പറഞ്ഞാൽ. ഇന്ന് ബ്രാഹ്മണർ ദാനം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അവരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്നാലും ബ്രാഹ്മണർ ശ്രേഷ്ഠത തന്നെയാണ്. അതൊരു പൂനൂലിൻ്റെ അടിസ്ഥാനത്തിലല്ല. ബ്രാഹ്മണ്യ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ ഭഗവാനായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. പക്ഷെ അവർക്ക് അവരുടെ മഹത്വം മനസ്സിലാവണം. അവരതിൽ തന്നെ ഉറച്ചു നിൽക്കണം, ബ്രാഹ്മണ്യ കർമ്മങ്ങളിൽ തന്നെ ഉറച്ചിരിക്കുക. അപ്പോൾ ഈ സമൂഹം വളരെ ശ്രേഷ്ഠമാകും. പക്ഷെ നിർഭാഗ്യവശാൽ അവർ ഭഗവാനെ കാണുന്നില്ല, ഭക്തരെ കാണുന്നില്ല, ഭക്തിയെ കാണുന്നില്ല, ഭഗവാനെ കാണുന്നില്ല. ഭഗവാനെ ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുകയാണ് അവരുടേതായിട്ടുള്ള ഉപജീവനത്തിന് വേണ്ടി. ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ സ്വന്തം ഉപജീവനത്തിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇനി അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാനുള്ള ഒരു സാഹചര്യം ഭരണാധികാരികൾ ഒരിക്കലും കൊടുക്കരുത്. അതായത് ബ്രാഹ്മണർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഒരുപാട് വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് സമൂഹം. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ പറയുക, അല്ലേ? ഒരു പള്ളിയിലെ പുരോഹിതനും, അതായത് ക്രൈസ്തവ പള്ളിയുടെയും ഇസ്ലാമിക പള്ളിയുടെയും പുരോഹിതന് എല്ലാവിധ ബഹുമതികളും എല്ലാവിധ അംഗീകാരവും അധികാരവും ഒക്കെ കിട്ടും. പക്ഷേ പൂജാരിമാർക്കും തന്ത്രിമാർക്കും പുല്ല് വിലയാണ്. അവരെയൊക്കെ ഒരു പാഴ്വസ്തുക്കളായിട്ടാണ് കാണുന്നത്. അവരെ കുറ്റം പറയുന്നതും സ്വാമിമാരെയും പ്രത്യേകിച്ച് അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വാമിമാർക്കും പൂജാരിമാർക്കും എതിരായിട്ടാണ്. സയൻസിൽ എന്ത് ഇൻവെൻഷൻ കണ്ടാലും നേരെ സ്വാമിമാരുടെ നെഞ്ചത്തോട്ടാണ് ഇടുന്നത്. സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ സ്വാമിമാരെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്തുവാണ് കണ്ടില്ലേ, നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യുന്നു? ഇനി എന്തെങ്കിലും നല്ലത് നടന്നാലോ ഉടനെ അതിനും പറയും. കണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ദൈവമൊന്നുമല്ല. ഇനി ഇതിന് ഏതെങ്കിലും ഒരു സ്വാമി ഫ്രോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, എല്ലാ സ്വാമിമാരും കള്ളന്മാരാണ്, എല്ലാ പൂജാരിമാരും എല്ലാവരും കള്ളന്മാരാണ്. ഇനി മറ്റ് മതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും തിരിച്ചറിയത്തില്ല, ആരും അറിയത്തുമില്ല, അത് രഹസ്യമായിട്ട് ഒതുക്കിക്കളയുന്നില്ല. എന്ത് ചെയ്യാനല്ലേ, വല്ലാത്തൊരു ലോകം തന്നെ. സ്വാമിമാരുടെ കഷ്ടകാലം പൂജാരിമാരുടെ കലിയുഗത്തിൽ. അന്നേരം ഇവിടെ സ്വയംഭൂ മനു കർദമ പ്രജാപതിയുടെ പറയുകയാണ്, ബ്രാഹ്മണരുടെ സംരക്ഷണത്തിനായിട്ട് 1000 പാദങ്ങളുള്ള ഭഗവാൻ നമ്മൾ ക്ഷത്രിയരെ സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അസംഖ്യം കൈകളിൽ നിന്നും. ഇവിടെ പറയുന്നത് ഭഗവാൻ സ്വയം ബ്രാഹ്മണരെ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും
സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നാലും ഭഗവാൻ ക്ഷത്രിയർക്ക് ആ ഒരു സേവനം കൊടുക്കുകയാണ്. അതുകൊണ്ട് ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയമാണെന്ന് പറയുന്നു, ക്ഷത്രിയർ എന്ന് പറയുന്നത് ഭഗവാന്റെ കൈകളാണെന്നും പറയുന്നു എന്ന് പറയുന്നു. ഹൃദയം എന്ന് പറയുമ്പോൾ ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ബ്രാഹ്മണരെ. പശുക്കളും ബ്രാഹ്മണരും ഗോബ്രാഹ്മണ ഹിതായച്ച. അന്നേരം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കണോ, ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുക, പശുക്കളെ സന്തോഷിപ്പിക്കുക. അന്നേരം ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുമെന്നാണോ, അന്നേരം പൂജാരിമാർക്ക് ദക്ഷിണ കൊടുക്കുമെന്നാണോ? യഥാർത്ഥ ബ്രാഹ്മണരെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഏകദേശം എന്നെ പോലെ. സോറി കേട്ടോ, അഹങ്കാരം കൊണ്ട് പറയുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിതമൊക്കെ മാറ്റിവെച്ച് പൂജാതി കർമ്മങ്ങൾ, ശാസ്ത്രം പഠിപ്പിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരാണ് ബ്രാഹ്മണർ പറയുന്നത്. ഇത് പറയുന്നതിൽ തെറ്റില്ല. സ്വയം ഭക്തനാണെന്ന് പറയുന്നതിലാണ് അഹങ്കാരം വരുന്നത്. പക്ഷേ ഒരു ബ്രാഹ്മണനാണ് അടിയൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അടിയൻ്റെ ജീവിതം ബ്രാഹ്മണ്യ ജീവിതമാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ബ്രാഹ്മണ്യ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റും. എങ്ങനെ? ഭഗവാന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത്, സേവനങ്ങൾ ചെയ്ത്, ശാസ്ത്രം പഠിപ്പിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ ചെയ്ത്, അത് ബ്രാഹ്മണ ജീവിതമാണ്. നമ്മൾ ഭക്തരാണെന്ന് പറയുന്നത് അത് അഹങ്കാരമാണ്. ഇപ്പം ഞാൻ ഒരു സന്യാസി എന്ന് പറയുന്നതും ബ്രാഹ്മണൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ എൻ്റെ ഒരു പ്രൊഫഷനാണ്. നമ്മൾ ക്ഷത്രിയരായിട്ട് സേവനം ചെയ്യുന്നു, ബ്രാഹ്മണരായിട്ട് സേവനം ചെയ്യുന്നു, വൈശ്യരായിട്ട് ചെയ്യുന്നു, ശൂദ്രരായിട്ട് ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. അന്നേരം അടിയൻ്റെ ജീവിതം ബ്രാഹ്മണ്യ ജീവിതമാണ്. അന്നേരം ഭഗവാന്റെ നാമം ജപിക്കുകയും മറ്റുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ശാസ്ത്ര പഠനം, അതൊക്കെ അന്നേരം അങ്ങനെയുള്ള ജീവിതത്തെ ബ്രാഹ്മണ്യ ജീവിതം എന്ന് പറയും. അന്നേരം അങ്ങനെ ജീവിക്കുന്ന ബ്രാഹ്മണർ, മനസ്സിലായില്ലേ? ഒരിക്കലും അത് അഹങ്കാരമായിട്ട് കാണരുത് നിങ്ങൾ. അത് അടിയനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അന്നേരം പൂർണ്ണമായിട്ടും ഭഗവാനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ബ്രാഹ്മണർ, അവരെയാണ്. അന്നേരം അങ്ങനെയുള്ള ബ്രാഹ്മണരെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്നവരെ സംരക്ഷിക്കാൻ സമൂഹം മുന്നോട്ട് വരുന്നില്ല. അതൊക്കെ കൊണ്ടാണ്, അങ്ങനെയുള്ള ബ്രാഹ്മണർ ഇല്ലാത്തതുകൊണ്ടാണ് ഭരണാധികാരികളും അവരും അവരുടെ ഇങ്ങനെയുള്ള പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി ജീവിക്കുന്ന അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ നിർദ്ദേശത്താലാണ് ഭരണം നടക്കേണ്ടത്. പൂർവികരൊക്കെ അങ്ങനെയായിരുന്നു. പൂർവികരായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ ഭരണവും അത് എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളും ബ്രാഹ്മണരാകാൻ ശ്രമിക്കുക. എങ്ങനെ? നമ്മുടെ ജീവിതം എങ്ങനെ? പ്രഭുപാദജി പറയുന്നു, 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുന്ന എല്ലാവരും ബ്രാഹ്മണരാണെന്ന് പറയുന്നു. പൂനൂലിടേണ്ട ആവശ്യം പോലും ഇല്ല. പൂനൂലിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു ആവശ്യതയുണ്ട്. ഗായത്രി ജപത്തിനും അത് ബ്രാഹ്മണരുടെ ഒരു ശക്തിയും കൂടെയാണ് പൂനൂലെന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള വശങ്ങളുണ്ട്. പക്ഷെ എന്നാലും 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ബ്രാഹ്മണർ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ തന്നെ നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങൾ വെജിറ്റേറിയൻ ആകുന്ന സമയത്ത് ഉടനെ ചില വ്യക്തികൾ പിന്നെ പട്ടരായിരിക്കുന്നു, വലിയ സ്വാമിയായിരിക്കുന്നു എന്നൊക്കെ പറയും. അന്നേരം അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെ കളിയാക്കുന്നതായിട്ട് നിങ്ങൾ കാണാതെ നിങ്ങളതൊരു അഭിമാനത്തോടു കൂടി അത് സ്വീകരിക്കുക. അതെ, നമ്മൾ പട്ടരാണ് എന്ന് പറയുക, അതിൽ തെറ്റൊന്നുമില്ല. അത് ഏറ്റവും വലിയ ബഹുമാനമാണ്, ബഹുമതിയാണ്. അത് ആക്ച്വലി നമ്മൾ ബ്രാഹ്മണരാണ്. മനസ്സിലായില്ലേ? ഇനി പൂനൂല് ജനിച്ചപ്പോൾ തന്നെ നമ്പൂതിരി കുലത്തിലും ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്ന അവർ അഹങ്കരിക്കുന്നു, അഭിമാനിക്കുന്നു, നമ്മളാണ് ബ്രാഹ്മണര്, അല്ല നിങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടില്ല. നാമം ജപിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ ബ്രാഹ്മണരല്ല. ഒരു കൃത്യസംഖ്യ എന്നും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. എന്നിട്ട് ഭൗതിക ആസക്തികളൊന്നും ഇല്ലാതിരിക്കുന്നു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. അന്നേരം പൂനൂലിട്ടതുകൊണ്ട് ബ്രാഹ്മണരല്ല. നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് ബ്രാഹ്മണ ജീവിതത്തിലാണ്. കാരണം പരിശുദ്ധ ഭക്തരാകാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷെ ബ്രാഹ്മണരാകാൻ എല്ലാവർക്കും പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. 4 യമനിയമങ്ങൾ പാലിക്കുകയും 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന എല്ലാവരും ബ്രാഹ്മണരാണ്.
ആള് ഏത് കുലത്തിൽ ജനിച്ചു, അതാണ് എന്തു പറയുന്നത്, ഏറ്റവും എന്തു പറയുന്നത് കമ്മ്യൂണിസം ആണെങ്കിലും സോഷ്യലിസം ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും ഇതെല്ലാം ഭക്തിയിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഇസത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു നന്മകളുമുണ്ട് തിന്മകളുമുണ്ട്, അല്ലേ? അതായത് ഇപ്പം കമ്മ്യൂണിസത്തിൻ്റെ, ഞാൻ പൊതുവെ പാർട്ടിയെക്കുറിച്ച് പറയുന്നതല്ല, പക്ഷെ കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അവകാശം അധികാരം കിട്ടണമെന്ന്, അല്ലേ? ഇനി മറ്റു പാർട്ടികളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സിദ്ധാന്തം. ആ സിദ്ധാന്തം കറക്റ്റാണ്, അതിൻ്റെ ഉദ്ദേശം കറക്റ്റാണ്. അന്നേരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവകാശം ലഭിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് നമ്മുടെ സനാതനധർമ്മം. നമ്മൾ ഏത് കുലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നമ്മൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പണ്ഡിതനായി, ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ ബ്രാഹ്മണനായി, നാമം ജപിക്കുന്നു, 4 യവനയങ്ങൾ പറഞ്ഞ ആൾ ബ്രാഹ്മണനാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ബ്രാഹ്മണനാകാൻ എല്ലാവർക്കും പറ്റും, വളരെ എളുപ്പമാണ്, കാശും കുറവേ ആവത്തുള്ളൂ. കാരണം നോൺ വെജ് കഴിക്കണം, എത്ര കോസ്റ്റ്ലിയാണ്, അല്ലേ? അന്നേരം ഈ 4 യമനിയമങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ വലിയ കാശ് കൊടുക്കണം. കള്ളു കുടിക്കാൻ കാശ് വേണം, കഞ്ചാവ് അടിക്കാൻ കാശ് വേണം, അല്ലേ? തെറ്റായിട്ടുള്ള മാർഗത്തിൽ പോകാൻ, ചൂത് കളിക്കാൻ, എല്ലാത്തിനും കാശ് വേണം പോകണമെന്നുള്ളത്. നാമം ജപിക്കാനാണെങ്കിൽ കാശിൻ്റെ ആവശ്യമില്ല, നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ മതി. അതുകൊണ്ട് ആകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്, ആർക്കും ബ്രാഹ്മണനാകാൻ പറ്റും. 4 യമനിയമങ്ങൾ പാലിക്കുകയും 16 മാല ജപിക്കുന്ന എല്ലാവരും ബ്രാഹ്മണരാണ്. പക്ഷേ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടും നാമവും ജപിക്കുന്നില്ല, 4 യമനിയമങ്ങളും പാലിക്കുന്നില്ല, പിന്നെ എന്ത് ബ്രാഹ്മണൻ? ആ പൂനൂല് പിന്നെ ഒരു പ്രയോജനമില്ല. ആ പൂനൂലിൻ്റെ വില ആൾ മനസ്സിലാക്കുന്നത്, അതിനെ വെറും ഒരു നൂലായിട്ടാണ് ആൾ കാണുന്നത്. അതിൻ്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ആൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള ബ്രാഹ്മണ്യ ജീവിതം ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് സിദ്ധികൾ വരെ ലഭിക്കും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് ഞാൻ സത്സംഗത്തിൽ എപ്പോഴും പറയാറുണ്ട്, 16 മാല ജപിക്കുന്ന ഭക്തർ, നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തർ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്, ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഉടനെ നടക്കുന്നുണ്ട്, ഉടനെ നടക്കും. നിങ്ങളാരും പരീക്ഷിക്കരുത്, അതായത് മറ്റുള്ളവർക്ക് ഇത് വരണം അത് വരണം, ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അങ്ങനെ മനസ്സിലായില്ല? അത് നമ്മൾ വെറുതെ നമ്മുടെ ആ ജപത്തിൻ്റെ പവർ അതിൽ കളയുകയാണ് അൺനെസറിലി. നമ്മുടെ ജപം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യും. ഇതൊരു നമ്മുടെ ഒരു ഫ്യൂളാണ്. ഒരു വാഹനം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിൽ ഇന്ധനം വേണമല്ലോ, പെട്രോൾ വേണമല്ലോ. അന്നേരം നമ്മുടെ പെട്രോളാണ് നമ്മുടെ ജപം, തപം, അതൊക്കെ. അന്നേരം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി അത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കണം. അതിനുവേണ്ടി ജപം വേണം, തപോബലം വേണം, യോഗബലം വേണം. അന്നേരം നമ്മൾ പരിശുദ്ധ ഭക്തരാകുമ്പോൾ, പരിശുദ്ധ ഭക്തരല്ലാതിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിലും, ഇതിനു മുമ്പേയും പരിശുദ്ധ ഭക്തരല്ലായിരുന്നു, ഭക്തിയിൽ വരുന്നതിന് മുമ്പേയും ഭക്തിയിൽ ഇരിക്കുമ്പോഴും ഇനി ഭക്തിയിൽ പുരോഗമിക്കുമ്പോഴും നമ്മൾ ഇതേ ശരീരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരം ഓരോരോ സെല്ലുകൾ മാറുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഈ ലോകത്തെ അനുഭവിച്ചറിയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് ഈ ലോകത്തെ കാണുന്നത്. അന്നേരം ഇതിനു മുമ്പേ നമുക്ക് ശരീരം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ശരീരം മാറിയിട്ടില്ലല്ലോ, ശരീരം മാറി കുറച്ച് മാറുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഭൗതിക ശരീരത്തിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? അന്നേരം ഭക്തിയിൽ വരുന്നതിന് മുമ്പേ, ഭക്തിയിൽ ഇനി പുരോഗമിക്കുമ്പോഴും ഇതേ ഭൗതിക ശരീരത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം മനോഭാവം മാറുന്നതിനനുസരിച്ച് ഈ കണ്ണുകൊണ്ട് കാണുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഭക്തിയിൽ വരുന്നതിന് മുമ്പേ എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. പക്ഷെ ഭക്തിയിൽ വന്നതിന് ശേഷം നാമൊക്കെ ജപിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല, അല്ലേ? നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ വളരെ ആർത്തിയോടുകൂടി ആക്രാന്തത്തോടു കൂടിയും പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഇതൊക്കെ നേരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അതൊന്നും കണ്ണി കാണുന്നില്ല. അതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനോഭാവം മാറി, അല്ലേ? ഇപ്പോൾ എവിടെ പോയാലും ഒരു കടയിൽ ആ കടയുടെ പേര് ഭഗവാന്റെ പേരാകുമ്പോൾ അയ്യോ അത് കൃഷ്ണന്റെ പേരാണല്ലോ, അത് രാധാറാണിയുടെ പേരാണല്ലോ, ഗുരുവായൂരപ്പൻ്റെ പേര്, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, എവിടെ പോയാലും ഗുരുവായൂരപ്പനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ.
അതെന്തുകൊണ്ടാണ്? അന്നേരം ആ കടക്കാരൻ പോലും ഇത്രയും ശ്രദ്ധിക്കത്തില്ലായിരിക്കും. അന്നേരം അവിടെ ചിലപ്പം തറയിൽ വീണ് കിടക്കുന്ന ഒരു എന്തെങ്കിലും ഒരു എന്തോ പറയുന്ന ഒരു സ്റ്റിക്കറായിരിക്കാം, അല്ലെങ്കിൽ ആരോ കളഞ്ഞ ഒരു ഭഗവാന്റെ ചിത്രമായിരിക്കാം. ഉടനെ നമ്മൾ അതെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. കാരണം അവിടെ മനോഭാവം മാറി. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് എല്ലായിടത്തും ഭഗവാനെയാണ് കാണാൻ പറ്റുന്നത്. കാരണം മനസ്സിലെന്താണ്? ഭഗവാനാണ്. അന്നേരം നമ്മുടെ മനസ്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് ചുറ്റും ഉള്ള കാഴ്ചകളും മാറിക്കൊണ്ടിരിക്കും. ഈ ശരീരത്തിന് മാറ്റം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും യഥാർത്ഥ മാറ്റം മനസ്സിനാണ് സംഭവിക്കുന്നത്. അന്നേരം ആ മനസ്സിനനുസരിച്ച് നമ്മൾ കാണുകയാണ് എല്ലാത്തിനെയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മളിങ്ങനെ പരിശുദ്ധ ഭക്തിയിൽ ഇങ്ങനെ ഉയരുന്നതിനനുസരിച്ച് നമുക്ക് ഈ ലോകത്തിൻ്റെ അടുത്ത തലങ്ങൾ കാണാൻ പറ്റും. സ്വർഗലോകവാസികളെ കാണാൻ പറ്റും, ബ്രഹ്മലോകവാസികളെ കാണാൻ പറ്റും, ഇവിടെ ഇരുന്നുകൊണ്ട് വൈകുണ്ഠം കാണാൻ പറ്റും. വേദങ്ങളിലൊരു ശ്ലോകമാണ്, ഓം തത് വിഷ്ണു യത് പരമം പദം. അന്നേരം അതിൽ അവിടെ പറയുന്നു, എങ്ങനെയാണോ നമ്മൾ ഒരു സൂര്യനെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണോ സൂര്യനെ കാണുന്നത്, അതേപോലെ ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം കേട്ടോ. അതിമനോഹരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കേട്ടു കാണും അത്. തദ് വിഷ്ണു പരമം പദം. ഇത് ഋഗ്വേദ മന്ത്രമാണ്. നമുക്ക് ആ ഒരു മന്ത്രം നോക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഇതാണ് ഓം തദ് വിഷ്ണു പരമം പദം സദാ പശ്യന്തി സൂരയ ദിവിവ ചക്ഷുരാതതം തദ് വിപ്രസോ വിപന്യവോ ജഗ്രാവിഷാം ജഗ്രവാംസാഹീം സമിന്ദതേ വിഷ്ണോർയത് പരമം പദം. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആ വിഷ്ണുവിൻ്റെ പരമമായ പദം സദാ പശ്യന്തി സൂരയ. അന്നേരം സൂരയ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തർ, സുരന്മാർ, അസുരന്മാർ. അന്നേരം ഭഗവാന്റെ ഭക്തർ എപ്പോഴും ദിവിവ ചക്ഷുരാതനം തദ് വിപ്രസോ വിപന്യവോ. അന്നേരം എങ്ങനെയാണോ സാധാരണ വ്യക്തികൾ സൂര്യനെ കാണുന്നത്, അതേപോലെ എന്തു പറയുന്നേ, ആ ഇവിടെ പറയുന്നു, ഒരു മിനിറ്റ്. ഇവിടെ പറയുന്നു, ജഗ്രവംശ സമിന്ദതേ. അന്നേരം നമ്മൾ ആധ്യാത്മികമായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തു പറ്റും? വിഷ്ണോർയത് പരമം പദം സമിന്ദതേ. സമിന്ദതേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണപ്പെടും. എന്ത്? വിഷ്ണോയത് പരമം പദം. എൻ്റെ അർത്ഥം എന്താണ്? ഒരു ഉറങ്ങിക്കിടക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് സൂര്യനെ കാണാൻ കഴിയില്ല. പക്ഷേ ഉണർന്ന വ്യക്തി ആളുടെ വീട്ടിൽ നിന്നും പുറത്തു വന്ന് സൂര്യൻ്റെ ദിശയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഭഗവാനെ. അതേപോലെ ഓം തദ് വിഷ്ണു പരമം പദം. അന്നേരം ആ വിഷ്ണുവിൻ്റെ ആ പരമമായ പദം
സദാ പശ്യന്തി സൂരയ, എപ്പോഴും സുരജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദിവിവ ചക്ഷുരാതതം സൂര്യ തദ് വിപ്രസോ വിപന്യവോ. അന്നേരം എങ്ങനെയാണോ സൂര്യനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, ജാഗ്രവംശ സമിന്ദതേ, അന്നേരം ഉണർന്നിരിക്കുന്ന, ആത്മീയമായിട്ട് ഉണർന്ന വ്യക്തികൾ വിഷ്ണുറിയത് പരമം പദം, ആ ഭഗവാന്റെ പരമമായ പദത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആത്മീയമായിട്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ സൂര്യദേവനെ എങ്ങനെ കാണാൻ പറ്റുന്നോ, സൂര്യനെ എങ്ങനെ കാണുന്നുണ്ടോ, അതേപോലെ നമുക്ക് ഭഗവാന്റെ വൈകുണ്ഠ ലോകം കാണാൻ പറ്റുമെന്നാണ്. ഹരേ കൃഷ്ണ. അതിന് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനോഭാവം മെല്ലെ മെല്ലെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ഗോലോകം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഭഗവാന്റെ വൈകുണ്ഠ ലോകങ്ങളെല്ലാം കാണാൻ പറ്റും. അതാണ്. മനസ്സിലായില്ലേ? അന്നേരം ഇത് വളരെ പ്രാക്ടിക്കലും സയൻറ്റിഫിക്കുമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതോ ഹി അന്യോന്യം ആത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷതി സ്മ വ്യയോ ദേവ സയാ സദസതാത്മക. അന്നേരം ഇവിടെ പറയുന്നു, അതുകൊണ്ടാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവിടെ സ്വയംഭൂ മനുവാണ് ഇത് പറയുന്നത്. അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷാൽ ഭഗവാൻ ബ്രാഹ്മണരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്രാഹ്മണരെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ക്ഷത്രിയരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അന്നേരം ബ്രാഹ്മണരാണെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ ക്ഷത്രിയരെ സംരക്ഷിക്കുന്നു, എന്നിട്ട് ക്ഷത്രിയർ ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നു. അന്നേരം ബ്രാഹ്മണരാണ് യഥാർത്ഥത്തിൽ ക്ഷത്രിയരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനിലൂടെ, ഭഗവാന്റെ ആരാധനയിലൂടെ. അന്നേരം ഇതിൻ്റെ എല്ലാം കർത്ത കരേത അത് ആരാണ്? ഭഗവാനാണ് എല്ലാവരെയും സംരക്ഷിക്കുന്നത്. അല്ലാതെ അങ്ങ് എന്നെ സ്തുതിക്കാൻ എനിക്കിതിനുള്ള അർഹതയില്ല, എല്ലാം നിങ്ങൾ ബ്രാഹ്മണരാണ് എല്ലാം നടത്തുന്നതെന്ന്. തവ സന്ദർശനാദേവ ചിഹ്നമേ സർവസംശയ യത് സ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മം മഹാരിരക്ഷിഷോ. എന്നിട്ട് ഇവിടെ പറയുന്നു, അങ്ങേ കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ എത്രയോ സംശയങ്ങൾ തീർന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആട്ടോ. ശ്രേഷ്ഠ ഉയർന്ന ബോധത്തിലുള്ള വ്യക്തികളെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നും അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിലെ സംശയങ്ങളൊക്കെ തീരുന്നു. അവരെ കാണുന്നതിലൂടെ തന്നെ നമുക്ക് ഭഗവാനോടുള്ള വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഭുപാദജി ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോഴും ഉണ്ട്, പ്രഭുപാദജി എപ്പോഴും ഉണ്ട്. പ്രഭുപാദജിയുടെ ശിഷ്യർ തുടക്കകാലത്തിൽ പ്രഭുപാദജി പറഞ്ഞു, കൃഷ്ണ ഇസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ശ്രീകൃഷ്ണനാണ് ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ കുട്ടിക്കാലം മുതലേ ചിലപ്പം ഭഗവാനെക്കുറിച്ച് കേട്ടതുകൊണ്ട് പ്രഭുപാദജി പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ വിദേശികൾ അതൊന്നും കേട്ടിട്ടില്ല. അന്നേരം അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, പ്രഭുപാദജി ആണല്ലോ പറയുന്നത്, അദ്ദേഹം പറയുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അന്നേരം നമ്മൾ ഭക്തർക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് പ്രചരണം ചെയ്യുന്ന സമയത്ത് പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ, നമ്മുടെ ബന്ധുമിത്രാദികളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ഒരു ഭക്തന് ചേരുന്ന രീതിയിലായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഭഗവാന്റെ മുമ്പിൽ നല്ല പിള്ള, പിന്നെ ഗുരുവിൻ്റെ മുമ്പിലും വളരെ നന്നായിട്ട് നമ്മൾ ഇരിക്കുന്നു. പക്ഷേ പുറത്ത് പോയിട്ട് തോന്നുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. അതായത് ഭക്തിപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, അത് നമ്മുടെ അങ്ങ് ജീൻസിനകത്തോട്ട് അങ്ങ് കയറിപ്പോകണം, നമ്മുടെ അങ്ങ് ഉള്ളിലെ നേച്ചറായിട്ട് മാറണം. അത് നമുക്ക് ആ ഒരു ഡുവൽ പേഴ്സണാലിറ്റി പാടില്ല. ഒരു സമയത്ത് ഭഗവാന്റെ മുമ്പിൽ വളരെ ഹരേ കൃഷ്ണ കൃഷ്ണ, ഞാൻ എത്ര നല്ല ഭക്തനാണ്, ഗുരുവിൻ്റെ മുമ്പിൽ ഹരേ കൃഷ്ണ ഗുരുദേവ് എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തു പോയി ഭക്തരോട്, എന്താണ് നിനക്ക് പ്രശ്നം? എന്താണ് നിനക്ക് പ്രശ്നം? കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് കേട്ടോ,
പിന്നെ ഗുരുദേവ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, നമ്മൾ വളരെ ഹാപ്പിയാണ് ഗുരുദേവ്. അതിലെന്താ അർത്ഥമല്ലേ? അന്നേരം സത്സംഗം കേൾക്കുമ്പോഴും പിന്നെ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ വരുമ്പോഴും വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു, മധുരമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഭഗവാന്റെയും ഭക്തർ ഗുരു പരമ്പരയുടെയായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റു ഭക്തരോട് തോന്നുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് ശരിയാവുന്നത് അല്ലേ? അന്നേരം ഈ ഒരു സ്വഭാവം നമ്മുടെ നേച്ചറായിട്ട് മാറണം. 24 മണിക്കൂറും നമ്മൾ ഒരേ സ്വഭാവത്തിലായിരിക്കണം. ഭക്തർക്ക് ചേരുന്ന രീതിയിലുള്ള സംസാരം, പെരുമാറ്റം. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാം, ഭഗവാൻ നമുക്ക് മാർക്കിടും. നമ്മുടെ ബോധം, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആഗ്രഹം, സംസാരം, പെരുമാറ്റം എല്ലാം ഒരു ഭക്തന് ചേരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ എന്ത് പറ്റും, ഭഗവാൻ ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴും ഇതാണ് ഭഗവാൻ പരീക്ഷിക്കുകയും ചെയ്യും. അതായത് നമ്മൾ വളരെ നല്ല ഭക്തയായിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഉള്ളിലിരിക്കുന്ന തറ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരാൻ രീതിയിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു പണി തരും. അതുകൊണ്ട് ഇതിൽ ചില വ്യക്തികളുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെക്കാട്ടിയും ബെറ്ററാണ് ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അത് കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഉള്ളിൽ ഒതുക്കി വെക്കാതെ അത് മാറ്റണം. ഉള്ളിലിരിക്കുന്ന തറ സ്വഭാവത്തെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആ തിരുവനന്തപുരം ഭാഷ കൊണ്ടുവരാം. കൂതറ സ്വഭാവം. തറ എന്ന് പറഞ്ഞാൽ ഏറ്റവും തറ സ്വഭാവം. ഇനി കൂതറ എന്ന് പറഞ്ഞാൽ ഏറ്റവും തറ. അതിനപ്പുറം ഇനി തറ ഇല്ല. അന്നേരം നമ്മുടെ ഉള്ളിലെ കൂതറ സ്വഭാവങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല കൂതറയിൽ നിന്ന് സുതറയിലേക്ക് എത്തി, കുറച്ചും കൂടെയൊക്കെ സത്സ്വഭാവത്തിലേക്ക് എത്തി, വൈഷ്ണവ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണമെന്നുള്ളതാണ്. അന്നേരം ഇപ്പം നമ്മൾ ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ? നമ്മൾ എന്തുകൊണ്ട് ഇതുവരെ ഗോലോകത്ത് പോയില്ല എന്നും നമുക്കറിയാം. ഇങ്ങനെയായ ഗോലോകത്ത് പോകത്തില്ല എന്നും നമുക്കറിയാം. എങ്കിൽ പിന്നെ മാറിക്കൂടെ? കാലം കുറേ ഇല്ലേ? ഇനിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മാറാൻ നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് എന്തായാലും ഗോലോകത്ത് പോകണം. ഗോലോകത്ത് പോകണമെങ്കിൽ പരിശുദ്ധ ഭക്തനായേ പറ്റൂ, പരിശുദ്ധ ഭക്തയായേ പറ്റൂ. എങ്കിൽ പിന്നെ ആ പരിശുദ്ധ ഭക്തയെ പോലെ ചിന്തിക്കുകയും ശ്രമിക്കുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളല്ലല്ലോ പരിശുദ്ധ ഭക്തയല്ലല്ലോ. പരിശുദ്ധ ഭക്തയാണെന്ന് ചിന്തിക്കുകയാണ് അല്ലേ? അവർ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഭക്തയായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എനിക്കിത് ശ്വാസം മുട്ടുന്നു, ഇതെൻ്റെ സ്വഭാവമേ അല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. കാരണം ഇതുമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ലെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മളത് പരിശീലിക്കണം. ഇപ്പം നമ്മൾ നല്ല നടന്മാരും നടിമാരുമാണ്. നന്നായിട്ട് ഭക്തിയെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറിജിനൽ ഭക്തരാകുമ്പോഴാണ് ഒറിജിനൽ ഭക്തി നമുക്ക് ലഭിക്കുന്നത്, ഒറിജിനൽ കൃഷ്ണനെ നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൃഷ്ണനായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാവണൻ വരുമ്പോൾ സീതാദേവി അല്ല അവിടെ വരുന്നത്, മായാ സീതയാണ്. അതേപോലെ നമ്മളുടെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണനല്ല, മായാകൃഷ്ണനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ആ യഥാർത്ഥ സാന്നിധ്യവും സാമീപ്യവും നമുക്കിപ്പം കിട്ടുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു കണക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ കൊച്ചു കുട്ടികൾ മൊബൈൽ ഫോൺ വെച്ച് ഇങ്ങനെ കളിക്കാറോ? മൊബൈൽ ഫോണിൻ്റെ കളിപ്പാട്ടങ്ങൾ അത് വെച്ചിട്ട് ഹലോ എവിടെയാണ്, എന്താണ്, എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ? അത് വലിയവരെ കോപ്പി ചെയ്യുകയാണത്. അന്നേരം നമ്മുടെയിലും അതേപോലെയാണ്. ഒറിജിനൽ മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല. ഒറിജിനലി നമ്മൾ ആരുമായിട്ടും സംസാരിക്കില്ല, നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പക്ഷെ ഒറിജിനൽ ഫോണുണ്ട്, ഒറിജിനൽ സിമ്മുണ്ട്, ഒറിജിനൽ കണക്ഷനുണ്ട്. അതുവഴി നമുക്ക് സംസാരിക്കാൻ പറ്റും, കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അന്നേരം അതേപോലെ നമുക്ക് ഒറിജിനൽ കൃഷ്ണനെയാണ് വേണ്ടത്, ഒറിജിനൽ ഭക്തിയാണ് വേണ്ടത്. നമുക്ക് ആ ഒറിജിനൽ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആര് നമ്മളെ അംഗീകരിച്ചാൽ എന്ത്, അംഗീകരിച്ചില്ലെങ്കിൽ എന്ത്. നമുക്ക് ഭഗവാന്റെ അംഗീകാരം, ഭഗവാന്റെ ഭക്തരുടെ അംഗീകാരം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഇനി നമ്മൾ ഒറിജിനലാണെങ്കിൽ ഭഗവാൻ അംഗീകരിക്കും, ഒറിജിനൽ ഭക്തരും അംഗീകരിക്കും. അപ്പോഴും നമുക്ക് ആരുടെ അംഗീകാരം വേണ്ട. കാരണം നമ്മുടെ ഉള്ളിലെ ഭക്തി ഒറിജിനലാണെങ്കിൽ
പിന്നെ ഒറിജിനൽ ഭക്തർ എന്തുകൊണ്ട് നമ്മളെ അംഗീകരിക്കത്തില്ല? ഭഗവാൻ നമ്മളെ എന്തുകൊണ്ട് അംഗീകരിക്കത്തില്ല? ഉറപ്പായിട്ട് അംഗീകരിക്കും. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ഭക്തിയാണ് ഉള്ളിൽ നിന്ന് വേണ്ടത്. ആ ഒറിജിനൽ ഭക്തി ഒരു അംശമായാൽ പോലും ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ എത്ര സമാധാനമായിരിക്കും എന്നറിയോ, എത്ര സംതൃപ്തിയായിരിക്കും എന്നറിയോ. സത്യമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. ഒറിജിനൽ ഭക്തരായി നോക്കൂ, ഒറിജിനൽ ഭക്തരെ പോലെ നമ്മൾ ചിന്തിച്ച് സംസാരിച്ച് നോക്കൂ, ഉള്ളിൽ എന്തോ ഒരു സമാധാനം നമുക്ക് തോന്നും. കാരണം എന്താണെന്നറിയാം, ആത്മാവിൻ്റെ ഒറിജിനൽ സ്വഭാവം ഇതാണ്. ഇപ്പം നമ്മൾ എന്തല്ല അതാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ജന്മങ്ങളായിട്ട്. കാരണം നമ്മൾ കാമാസക്തിയിൽ ജീവിക്കേണ്ടവരല്ല, ക്രോധത്തിലും മോഹത്തിലും ലോഭത്തിലും മതമത്സരാദികളിലും ജീവിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ. ഒരു ഭക്ത പറയുന്ന ഒറിജിനൽ ഭക്തി എല്ലാവർക്കും വന്നാൽ ഭൂമി ഒന്നും നന്നാക്കണ്ട, നമ്മൾ നന്നായാൽ മതി. ഭൂമി നമ്മുടെ കയ്യിലല്ലല്ലോ, പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ നന്നാവുക, ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളെയൊക്കെ എടുത്ത് ബെറ്റർ ആക്കുക. നമ്മൾ ഒറിജിനൽ ആകുമ്പോൾ പിന്നെ നമുക്ക് ചുറ്റും എല്ലാം അടിപൊളിയായിട്ട് തോന്നും. ഇപ്പം നോക്കുന്നിടത്ത് എല്ലാം പ്രശ്നങ്ങളും ഉള്ളിലൊരു സമാധാനക്കേടും ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ എന്തല്ല അതാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ജന്മജന്മാന്തരങ്ങളായിട്ട്, അല്ലേ? ഇപ്പോൾ രാജാവും പിന്നെ പ്രജകളുമാണ്, പടയാളികളുമാണ്. അതേപോലെ ഭഗവാൻ എന്ന് പറയുന്നത് എന്നെന്നും നമ്മുടെ സ്വാമിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അന്നേരം നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്, അത് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. നമ്മൾ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു, അതും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഈ രണ്ട് സ്വഭാവം, ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു, നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ കിടിലം ഭക്തരാകും. എല്ലാം നമ്മൾ നമ്മുടെ ആനന്ദത്തിന് വേണ്ടി ആക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? അന്നേരം നമ്മുടെ ആനന്ദമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഭഗവാന്റെ ആനന്ദം. ഭഗവാൻ ആനന്ദം ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആനന്ദം കിട്ടും. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ അംശമല്ലേ. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, ഒരുപാട് കഷ്ടങ്ങളും ട്രാവലിങ്ങും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് നിങ്ങൾ ഗുരുവായൂരിലെത്തി ഗുരുവായൂരപ്പനെ ഒന്ന് കാണുമ്പോൾ എന്താ ഒരു സന്തോഷം. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡിൽ നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ചിരി ഒന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും സഹിച്ച, ടെൻഷൻ അടിച്ച് ഇത്രയും ബുദ്ധിമുട്ടി കുറേ ക്യൂ നിന്നിട്ട് അതിൻ്റെ ആ ഒരു വിഷമമൊക്കെ അവിടെ തീർന്നു എന്നുള്ളതാണ്. അതാണ് ഭഗവാന്റെ പവർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നോക്ക് കാണാൻ വേണ്ടി, ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് വരെ ആൾക്കാർ വരുന്നുണ്ട്, എത്രയോ ദൂരത്തു നിന്ന്. ചിലവർക്ക് അതിനുള്ള കാശ് പോലും ഇല്ലാത്തതുകൊണ്ട് അവർ കേരളത്തിനുള്ളിലുണ്ടായിട്ടും അവർക്ക് ബസ്സിൻ്റെ കാശ് പോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയൊക്കെയോ കാശ് ഇങ്ങനെ കൂട്ടി അവർ ബസ് ഫെയർ കൊടുത്തിട്ട് അവർ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ എനിക്കറിയാം. ഗുരുവായൂരിൽ വരാൻ അവരുടെ കാശ് പോലും ഇല്ലാത്ത ഇന്നും അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നില്ല. കാരണം മാസ ചെലവ്, വീട്ടിലെ കാര്യമൊക്കെ നോക്കി ബസ് ഫെയറിന് കൊടുക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നില്ല. അന്നേരം അവിടെ വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ ഒന്ന് കാണുമ്പോൾ എന്തുമല്ലേ സന്തോഷം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹമാണ് നമ്മുടെ എല്ലാം. ഭഗവാന്റെ ഒരു നോട്ടത്തിൽ, അതും നമ്മൾ ഭഗവാനെ ഒരു വിഗ്രഹമായിട്ടാണ് കാണുന്നത്. വിഗ്രഹം ഭഗവാനായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. നേരിട്ട് ഭഗവാനാണെന്നുള്ള ബോധ്യം പോലും നമുക്കില്ല. പക്ഷെ എന്നിട്ടും കാണുമ്പോൾ എന്താ ഒരു ആനന്ദം. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം നമ്മൾ എല്ലാ ആനന്ദവും അന്വേഷിക്കേണ്ടത്, ശ്രമിക്കേണ്ടത് ഭഗവാനിലൂടെയാണ്, ഭക്തരിലൂടെയാണ്. അതിലാണ് യഥാർത്ഥ ആനന്ദം ഇരിക്കുന്നത്, അതിലാണ് യഥാർത്ഥ സംതൃപ്തി ഇരിക്കുന്നത്, അതിലാണ് ഏറ്റവും സന്തോഷം ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഇത് കിട്ടിയാലാണ് ഇവരെ ഒന്ന് തോൽപ്പിക്കണം, തർക്കിച്ച് തോൽപ്പിക്കണം ഇവരെ. ഞാൻ പറയുന്ന അംഗീകരിക്കുന്നില്ല, അല്ലേ? ഞാൻ പറയുന്ന ആടാ ശരി, ഞാൻ പറയുന്ന ആടി ശരി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്തായി, ഞാൻ ജയിച്ചില്ലേ എന്ന് പറയും. പക്ഷെ ഉള്ളിൽ ഒരു തൃപ്തിയില്ല. തോറ്റു, മുന്നിലുള്ള ആൾ തോറ്റു, തർക്കത്തിൽ ആൾ തോറ്റു തുന്നം പാടി. നമ്മൾ പറഞ്ഞതിന് മറുപടിയായിട്ട് ആൾക്ക് ഒന്നും പറയാനില്ല. അന്നേരം നമ്മൾ വിചാരിച്ചു ജയിച്ചു, എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഹീറോ ആയി,
അല്ലെങ്കിൽ വലിയ ഹീറോയിനായി വലിയ മഹാറാണിയായി നമ്മൾ വിചാരിക്കും. പക്ഷെ ഉള്ളിൽ സമാധാനമൊക്കെ പോയെന്നുള്ളതാണ്. അന്നേരം അതിന് പകരം നമ്മൾ കുറച്ചൊന്ന് വിട്ടുകൊടുത്താലുണ്ടല്ലോ സമാധാനം കിട്ടും. പിടിച്ചു വെക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, നമുക്ക് ടെൻഷൻ വരുന്നത്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സമാധാനം. ശരി, വിട്ടേരെ വിട്ടേരെ, നിങ്ങൾ തന്നെ ജയിച്ചു, നിങ്ങൾ തന്നെ ജയിച്ചു, നിങ്ങൾ തന്നെ ശരി. ഒരിക്കൽ നമ്മുടെ പരമ്പരയിലുള്ള പ്രധാന ആചാര്യൻ രൂപഗോസ്വാമി ഏതോ ഒരു ദിക് പണ്ഡിതൻ പലയിടത്തും പോയി ഇങ്ങനെ പല ആൾക്കാരെയും തോൽപ്പിക്കുക. അന്നേരം എവിടുന്നോ കേട്ടു, രൂപഗോസ്വാമി മഹാപണ്ഡിതനാണ്, നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വെല്ലാൻ ഈ ലോകത്ത് വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോയിട്ട് എതിരാളികളെ തർക്കിച്ച് തോൽപ്പിച്ചിട്ട് സൈൻ മേടിക്കും അവരുടെ. അപ്പോൾ ഒരു ബൗർജി ചോദിക്കുന്നു, ഒറിജിനൽ ഭക്തരെ എങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും? നമ്മൾ ഒറിജിനൽ ഭക്തരാവും, അന്നേരം മനസ്സിലാവും. ഒരു ഒറിജിനലിനെ തിരിച്ചറിയാമല്ലോ. ഒരു കള്ളന് മറ്റൊരു കള്ളനെ തിരിച്ചറിയാം, ഒരു കള്ളുകൂടിയനെ മറ്റൊരു കള്ളുകൂടിയനെ തിരിച്ചറിയാം, അല്ലേ? അതേപോലെ ഒരു ഭക്തന് ഒറിജിനൽ ഭക്തനെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അന്നേരം ഞാൻ എന്തോ പറഞ്ഞു വന്നേ, എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നല്ല, സമാനായല്ല, ഫ്ലോ കളഞ്ഞപ്പോൾ സമാനായല്ല. എന്തുവായിരുന്നത് ഒരു സംഭവം പറഞ്ഞു വരുമായിരുന്നല്ലോ. എന്തുവാ, കമൻസിലിടോ. ഏതോ ഒരു സംഭവം പറഞ്ഞു വരികയായിരുന്നു. എന്തുവായിരുന്നു ഏതോ ഒരു കഥ പറയുമായിരുന്നല്ലോ. കമൻസിലിട്ടേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രൂപഗോസ്വാമി, യെസ്. അന്നേരം രൂപഗോസ്വാമിയെ തോൽപ്പിക്കാനായിട്ടായി ദിഗ്വിജയ് വരികയാണ്. അന്നേരം അദ്ദേഹം എവിടെയൊക്കെ പോകുന്നോ തർക്കിച്ചിട്ട് ആളുടെ സിഗ്നേച്ചർ മേടിക്കും, എതിരാളിയുടെ സിഗ്നേച്ചർ മേടിക്കും, തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രൂപഗോസ്വാമി അടുത്ത് വന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, രൂപഗോസ്വാമി ഞാൻ അങ്ങേട്ട് തർക്കിക്കാൻ വന്നതാണ്. അന്നേരം എന്തിനാ തർക്കിക്കുന്നത്? അന്നേരം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് തർക്കിക്കുന്നുണ്ട്. എന്നിട്ട് ആ തർക്കിച്ചതിന് ശേഷം എന്തോ പറയുന്നത്, അവർ തോറ്റു എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അത് അന്നേരം ഞാനാണ് ഏറ്റവും വലിയ തർക്കത്തിൽ വിദഗ്ധൻ എന്ന് കാണിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ രൂപഗോസ്വാമി പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് സൈൻ ചെയ്തു. വിട്ടുകൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആൾ ഇങ്ങനെ എല്ലാവരും ഞാൻ രൂപഗോസ്വാമിയെ തോൽപ്പിച്ചു. അന്നേരം രൂപഗോസ്വാമിയുടെ അനന്തരവനായ ജീവഗോസ്വാമി എവിടെയോ വൃന്ദാവനത്തിൽ പോയിരിക്കുക. അന്നേരം ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, രൂപഗോസ്വാമിയെ തോൽപ്പിച്ചു. അപ്പോൾ പറയും, രൂപഗോസ്വാമിയെ തോൽപ്പിക്കാൻ അത്രയ്ക്ക് നിങ്ങളുടെ പ്രഗത്ഭനാണോ? എങ്കിൽ എന്നോട് തർക്കിക്കാൻ പറഞ്ഞു. തർക്കിച്ചപ്പോഴത്തേക്ക് ജീവഗോസ്വാമി കൊച്ചു പയ്യനായിരുന്നു ആ സമയത്ത്, വളരെ സിമ്പിളായിട്ട് തോൽപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ രൂപഗോസ്വാമിയുടെ ഒരു ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് നിങ്ങളെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈഗോയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയാം, ഭഗവാനെ കിട്ടും. നമ്മൾ നമ്മുടെ ഈഗോ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അകത്ത് ഫുൾ ഹൃദയം മൊത്തം ഈഗോ കൊണ്ട് നിറയും. അവിടെ പിന്നെ ഭഗവാൻ ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഈ ചവറ് കച്ചടകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ അവിടെ ഇരുത്തുക. ഗുരുവായൂരപ്പൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നോക്കുന്നിടത്ത് എല്ലാം വൃന്ദാവനം. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അതാണല്ലേ നമ്മൾ പുറത്ത് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭക്തിയിൽ വരുന്നതിന് മുമ്പേ നിങ്ങൾ
കറങ്ങുന്ന സമയത്ത് പലതുമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഭക്തിയിൽ വന്നതിന് ശേഷം ഇപ്പം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് എവിടെ നോക്കിയാലും അത് തന്നെ കാണും. അന്നേരം ഹൃദയത്തിൽ ഗുരുവായൂരപ്പനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഗുരുവായൂരപ്പനെ മാത്രമേ കാണാൻ പറ്റൂ. നരകത്തിൽ പോയാലും നിങ്ങൾ ഗുരുവായൂരപ്പനെ മാത്രമേ കാണൂ. ഹൃദയത്തിൽ ഗുരുവായൂരപ്പനില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോയിട്ട് എന്ത് പ്രയോജനം അല്ലേ? ഹൃദയത്തിൽ ഗുരുവായൂരപ്പനില്ലെങ്കിൽ പിന്നെ ഗോലോകത്ത് പോയിട്ട് എന്ത് പ്രയോജനം? പക്ഷെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പനാണ് ഇരിക്കുന്നതെങ്കിൽ എവിടെയും ഗോലോകം തന്നെയാണ്. കേരളമാണെങ്കിലും വൃന്ദാവനമാണെങ്കിലും എവിടെ പോയാലും ഹൃദയത്തിൽ ഗുരുവായൂരപ്പനെ മാത്രം വയ്ക്കുക. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, സംസാരിക്കുക. അത് റോബോട്ടിനെ പോലെയല്ല. അതായത് റോബോട്ടിനെ പോലെ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ വീട്ടിൽ ആരെങ്കിലും ഭഗവാനെക്കുറിച്ച് മാത്രം വേറെ ഒന്നും ഞാൻ സംസാരിക്കത്തില്ല, അങ്ങനെയല്ല. അത് ഓട്ടോമാറ്റിക്കലി ആവും. നമ്മൾ ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ആരെയും വെറുക്കത്തുമില്ല, ആരെയും വേദനിപ്പിക്കത്തുമില്ല. നമ്മൾ ബന്ധുക്കളോട്, അതായത് എല്ലാവരും കൂടെ ഇരുന്ന് ലൗകിക കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ മെല്ലെ അവിടുന്ന് മുമ്പ്. അപ്പോൾ അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല, എവിടെ പോയി? അതാ എനിക്ക് തല കറങ്ങുന്നത്, അതുകൊണ്ട് ഞാൻ പോയത്. കാരണം ഇവരോട് തർക്കിച്ചിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? രത്നത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ആ രത്നത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന വ്യക്തികളോട് സംസാരിക്കണ്ടേ? അന്നേരം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലമാണ്. ഇന്ദ്രനീല രത്നം, അമൂല്യമായിട്ടുള്ള ഇന്ദ്രനീല രത്നമാണ്. അന്നേരം ആ രത്നത്തിന്റെ വാല്യൂ ഈ സാധാരണ വ്യക്തികൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അന്നേരം പിന്നെ എന്തിനവരോട് പറയുന്നു? നമ്മൾ നമ്മുടെ കാര്യം നോക്കി കിടക്കുക. പക്ഷെ നമ്മളെങ്ങനെയാ സ്വഭാവം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് പകുതിയായിട്ടിരിക്കുകയാണ്. 50% ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലും 50% ഭഗവാന്റെ അടുത്ത് വരും. അതുകൊണ്ട് എന്ത് പറ്റും? നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഇവരുടെ അടുത്തുനിന്നും കിട്ടും, എന്നിട്ട് ഭക്ത കൂട്ടായ്മ പോകുമ്പോൾ അവിടെ നിന്നും കിട്ടും. അവിടെ നിന്ന് എന്താ കിട്ടുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ കുടുംബം എന്നുള്ള ചിന്തയേ ഉള്ളൂ. ഇവിടെ വന്നാലും കുടുംബം എന്ന് ചിന്ത. പിന്നെ അവരുടെ കൂട്ടത്തിരുന്നൂടെ? എന്നിട്ട് ഇവരുടെ കൂട്ടത്തിരിക്കുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നു, അതിമനോഹരമായിട്ട് പ്രഭുപാദജി പറയുന്നു, ബി ഇൻ ദിസ് വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദിസ് വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുക, പക്ഷെ ഈ ലോകത്തിൻ്റെതാണ് നമ്മളെന്ന് കരുതരുത്. എല്ലാവരുടെ കൂട്ടത്തിൽ ഇരിക്കുക, പക്ഷെ ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുക. അതിലൊരു ആനന്ദം എന്താണെന്നറിയാം? അടിപൊളിയാണ്. അതുകൊണ്ട് എല്ലാവരുടെ കൂട്ടത്തിൽ ഇരിക്കുക. ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം സംസാരിക്കാൻ കിട്ടുവാണെങ്കിൽ സംസാരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അവർ പറയും എൻ്റെ വീട് പേടിച്ചു കേട്ടോ. വളരെ നല്ല കാര്യം, ഹരേ കൃഷ്ണ. ഉള്ളിൽ ഭഗവാനെ എങ്ങനെയൊന്ന് രക്ഷിക്കപ്പെടുന്നത്, ഇവിടുന്ന് മുങ്ങാനൊരു അവസരം തരണേ. അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഭഗവാനെ ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണ്. എന്നിട്ട് ചാൻസ് കിട്ടി അവിടുന്ന് സ്കൂട്ടടിക്കും. ആരും അറിയത്തു പോലും ഇല്ല, എപ്പോഴും അവിടുന്ന് രക്ഷപ്പെട്ട്. അന്നേരം സന്തോഷം, എല്ലാവരുമായിട്ട് കാര്യമാണെന്ന് വെച്ചാൽ കാര്യമാണ്, പക്ഷെ ഭഗവാന്റെ കാര്യമില്ലാതെ അവിടുന്ന് പൊങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭീഷ്മകന്റെ കൊട്ടാരത്തിൽ രുക്മിണി ദേവി ഒരു മതിലിനപ്പുറത്താണ്, ഒരു മുറി, മെയിൻ സഭാ മന്ദിരത്തിന് അപ്പുറത്താണ് അന്തപുരിയിൽ അവിടെ രുക്മിണി ദേവി. എന്നിട്ട് അവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. രുക്മിണി ദേവി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. പക്ഷെ ഭഗവാനെ, നാരദ മഹർഷി വന്നു ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ അവിടെ ഇങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വയ്ക്കും എന്നുള്ളത്. എന്നിട്ട് ഓരോ വാക്കുകളും കൃഷ്ണനെ കുറിച്ച് നേരിട്ട് പോലും കേട്ടിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒളിപ്പിച്ചു വെച്ച് ഇരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള പ്രവണതയുണ്ട്. അത് ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. രുക്മിണി ദേവിയിൽ നിന്ന് നമുക്ക് പഠിക്കാം. അതായത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ, രഹസ്യങ്ങളോട് നമുക്ക് ഭയങ്കര താല്പര്യമാണെന്നുള്ളത്. അന്നേരം ഇവിടെ രുക്മിണി ദേവി ഭഗവാനെ കുറിച്ച് ഭീഷ്മകരോട് പറയുന്ന സമയത്ത് രുക്മിണി ദേവി അതിങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കും എന്നുള്ളതാണ്. എന്നിട്ട് അത് കേട്ട് എന്തോ പറയുന്നേ, രുക്മിണി ദേവിക്ക് ഭഗവാനോടുള്ള ഇഷ്ടം വർദ്ധിച്ചു എന്നുള്ളതാണ്. അന്നേരം അതേപോലെ നമ്മളും
സാരഗ്രാഹിയര്. നമ്മൾ ഭഗവാനെ കുറിച്ച് പറയുന്നു സാരഗ്രാഹി ജനാർദ്ദന, ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയുന്നു. അന്നേരം നമ്മൾ ഭക്തർ സാരഗ്രാഹിയായിരിക്കണം. ഏതൊരു വസ്തുവിൻ്റെയും അതിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, ഹംസങ്ങളെ പോലെ. അതുകൊണ്ടാണ് ഹംസം, ഭക്തരെ, പരിശുദ്ധ ഭക്തരെ പരമഹംസം എന്ന് പറയുന്നത്. പരമഹംസം എന്ന് പറഞ്ഞാൽ അരയന്നത്തിൻ്റെ പ്രത്യേകത പറയുന്നത് പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാല് മാത്രം കുടിക്കും, വെള്ളം അവിടെ തന്നെ കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും എവിടെ ഇരുന്നാലും നമുക്ക് ഭക്തിക്ക് നമ്മുടെ ആ ഒരു സമയത്തെ അനുകൂലം എങ്ങനെയാക്കാം, ഏത് പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കാൻ പറ്റും. എങ്ങനെ? പ്രഹ്ലാദനെ നോക്കൂ, ഭക്ത പ്രഹ്ലാദനെ, ഹിന്ദു അല്ലേ, അത്രയും വലിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടോ? ഭക്ത പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കുകയാണ്. ആ കൊല്ലാൻ ശ്രമിക്കുന്ന ആ സാഹചര്യത്തിലും പ്രഹ്ലാദൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സ്വന്തം അച്ഛൻ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ട് സ്വന്തം കുട്ടിയെ കൊല്ലിപ്പിക്കാൻ നോക്കുകയാണ്. അന്നേരം ആ ഒരു സാഹചര്യത്തിൽ പോലും നമുക്ക് ഭക്തിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിൽ ആർക്കാണ് ഭക്തിയിൽ ഇരിക്കാൻ പറ്റാത്തത്? നമ്മൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭക്തിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് സ്ഥലത്ത് വെച്ചും ഏത് സാഹചര്യത്തിലും നമ്മൾ ഭഗവാന്റെ സ്മരണയിൽ കഴിയുകയാണെങ്കിൽ അത് വൈകുണ്ഠമാണ്, അത് ഗോലോകമാണ്, ഒരു സംശയമില്ല. കാരണം വൈകുണ്ഠം, ഗോലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല സ്ഥലത്തിൻ്റെ പരിമിതികളൊന്നും അതിനില്ല. വൈകുണ്ഠം ഇവിടെ വരാൻ കഴിയില്ല എന്നല്ല, ഗോലോകം ഇവിടെ വരാൻ കഴിയില്ല എന്നല്ല. നമ്മൾ ഹൃദയാംഗതമായിട്ട് ഗുരുവായൂരപ്പനെ എവിടെ സ്നേഹിക്കുന്നുവോ അവിടെ ഗുരുവായൂരാണ്, അവിടെ ഗുരുവായൂരപ്പനുണ്ട്. നമുക്ക് എല്ലാവർക്കും അനുഭവമില്ലേ? ഗുരുരമ്മ ഗുരുവായൂർ പോയിട്ടില്ല, പക്ഷെ ഗുരുവായൂരപ്പൻ എപ്പോഴും അവിടെയാണ്. ഗുരുവായൂർ പോയിട്ടില്ല, പക്ഷെ ഗുരുവായൂരപ്പന് അതല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് ഗുരുവായൂരല്ല വേണ്ടത്, നമുക്ക് ഗുരുവായൂരിലെ അപ്പനെയാണ് വേണ്ടത്. അപ്പനെയാണ് നമുക്ക് വേണ്ടത്, ഗുരുവായൂരല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരാണ് വേണ്ടത്. ഗുരുവായൂരിൽ പ്ലോട്ട്, ഗുരുവായൂരിൽ ഫ്ലാറ്റ്, ഗുരുവായൂരിൽ സ്ഥലം, ഗുരുവായൂരിൽ ജോലി. ഇതിനു വേണ്ടി ഞാൻ ഗുരുവായൂരിലാണ്, അല്ല ഞാൻ ഗുരുവായൂരിലാണ്, ഇതാണ് അതാണ്. നമുക്ക് ഗുരുവായൂരല്ല വേണ്ടത്, നമുക്ക് ഗുരുവായൂരപ്പനെയാണ് വേണ്ടത്. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോയി. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ ജഗന്നാഥനാണ്, ഈ ജഗത്തിന് മുഴുവൻ നാഥനാണ്. അദ്ദേഹത്തിന് ഗുരുവായൂർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാത്ത സ്ഥലം എവിടെ? അതുകൊണ്ടാണ് ഹിരണ്യകശിപു ചോദിച്ചത്, എവിടെയാണ് നിന്റെ ഭഗവാൻ എന്ന് ചോദിച്ചപ്പോൾ പറയാ, എവിടെയാണ് അച്ഛ ഇല്ലാത്തത്? എല്ലായിടത്തും എൻ്റെ ഗുരുവായൂരപ്പനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ശരി അത്രയ്ക്കായോ ഇവനെ ഇപ്പം പൊട്ടനാക്കാന്ന് പറഞ്ഞിട്ട്, ഈ തൂണിനകത്ത് നിന്റെ ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉണ്ട്, ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി തൂണ് പൊട്ടിച്ചിട്ട് ഹിരണ്യകശിപുവിന് വൈകുണ്ഠത്തിൽ പോയിട്ടും ഭഗവാനെ കാണാൻ പറ്റിയില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. വൈകുണ്ഠത്തിൽ പോയിട്ട് ഭഗവാനെ നോക്കിയിട്ടും കാണാൻ പറ്റില്ല, കാരണം ഹിരണ്യകശിപുവിന് യോഗ്യതയില്ല ഭഗവാനെ കാണാൻ. പക്ഷെ അതേ സമയത്ത് പ്രഹ്ലാദൻ പറഞ്ഞു ഇതിനകത്ത് ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ ഹിരണ്യകശിപുവിനെ ഭഗവാൻ കാണിക്കുകയാണെന്നുള്ളത്. ഭഗവാന് തൂണ് പിളർന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഹിരണ്യകശിപു കണ്ടീഷൻസ് പലതും വെച്ചോ, അതിൽ പറഞ്ഞില്ല തൂണ് പിളർന്ന് വരുന്ന, തൂണിൽ നിന്നുണ്ടാകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഭഗവാന്റെ കയ്യിൽ നിട്ടത്. എന്തിനു വേണ്ടി? പ്രഹ്ലാദന് വേണ്ടി. ഈ തൂണിനകത്ത് നിന്റെ ഭഗവാൻ ഉണ്ടോടാന്ന് ചോദിച്ചപ്പോ ഈ തൂണിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം തൂണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇല്ല എങ്കിൽ ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ വാക്ക് അസത്യമാക്കി എന്ന് അവിടെ വാദിക്കും. അന്നേരം ഭഗവാൻ പറയും, എൻ്റെ ഭക്തൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കണം, ഞാൻ എൻ്റെ വാക്ക് മാറ്റും, പക്ഷെ എൻ്റെ ഭക്തൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് സത്യമായിരിക്കണമെന്ന് ഭഗവാന്റെ ഒരു വാശിയാണ്. കാരണം ഭഗവാൻ ഭക്തവത്സലാണ്. അത് ഗുരുവായൂരിൽ നമുക്ക് കാണാമല്ലോ. അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു,
അമരപ്രഭു എന്നല്ലേ വായിക്കേണ്ട? പത്മനാഭോ അമരപ്രഭു എന്നല്ലേ? മരപ്രഭു എന്ന് എന്താണ് വായിക്കുന്നത്? മരപ്രഭു തെറ്റല്ലേ? എന്താണ് ഇങ്ങനെ വായിക്കുന്നതൊക്കെ? സംസ്കൃത വ്യാകരണമൊന്നും അറിയത്തില്ലല്ലേ? വിഡ്ഢി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അകത്തുന്ന ശബ്ദം കേൾക്കുക. എന്താ, ഞാൻ മരങ്ങളുടെ പ്രഭു അല്ലേ? പൂന്താനം പറഞ്ഞാൽ എന്താ തെറ്റ്? അന്നേരം ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഭക്തർ അസത്യം പറഞ്ഞാൽ പോലും അത് സത്യമായിട്ട് ഭാവിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ എത്രത്തോളം ഭക്തരെ സ്നേഹിക്കുന്നു. അന്നേരം ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ആ ഭഗവാനെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? അതുതന്നെയാണ് ശ്രീമദ് ഭാഗവത്തിൽ ആചാര്യന്മാർ പറയുന്നത്. ഉദ്ധവർ പറയുകയാണ്, വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ അവർക്ക് പോലും അമ്മയുടെ പദവിയാണ് ഭഗവദ്ധാമത്തിൽ ഭഗവാൻ കൊടുക്കുന്നത്. അന്നേരം ആ ഭഗവാന്റെ നാമമല്ലേ നമ്മൾ ജപിക്കേണ്ടത്? അതായത് ഭഗവാനെ കൊല്ലാൻ നോക്കുന്ന ആളിനോട് പോലും ഭഗവാൻ ഇത്രയും കാരുണ്യമാണെങ്കിൽ, ഭഗവാനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആ ഭക്തരോട് ഭഗവാനും എന്തുമാത്രം സ്നേഹമായിരിക്കും. എന്നാൽ ഇതൊന്നും ഒരു ഇമോഷണൽ ഇമാജിനേഷൻ അല്ല, 100% റിയാലിറ്റിയാണ്. അന്നേരം നമ്മുടെ ഹൃദയം കറക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാവും. പ്രഭുപാദ്ജി ഹൃദയത്തിലാണ് ഭഗവാനെ വിദേശ രാജ്യത്തിലേക്ക് കൊണ്ടുപോയത്. വിദേശ രാജ്യത്തിൽ എത്രയോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. കാരണം പ്രഭുപാദ്ജിയുടെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പനുണ്ടായിരുന്നു. എന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വൈഷ്ണവ ഗീതമുണ്ട്. ഓ ഏ വൈഷ്ണവ ഠാകൂര ദയാർ സാഗർ യേ ദാസേ കരുണാ കരി. ഓ വൈഷ്ണവ ചൂടാമണി, വൈഷ്ണവ സ്വാമി പ്രഭു, ഈ ഒരു ദാസനോട് കാരുണ്യം കാണിക്കുന്നു. അതിൻ്റെ വരികളിൽ മുന്നോട്ട് പറയുന്നു, കൃഷ്ണ സേ തുമാർ, കൃഷ്ണൻ അങ്ങയുടെ സ്വത്താണ്. അങ്ങേക്ക് ആർക്ക് വേണമെങ്കിലും കൃഷ്ണനെ അങ്ങേക്ക് കൊടുക്കാൻ പറ്റും. എത്ര കൃഷ്ണന്മാരെ അങ്ങ് ഇങ്ങനെ വാരി കൊടുത്താലും അങ്ങയുടെ ഹൃദയത്തിൽ കൃഷ്ണൻ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. പൊതുവെ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൈവശത്ത് അമൂല്യമായിട്ടുള്ളൊരു രത്നം ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും അത് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം. പൊതുവെ സിദ്ധികൾ, മന്ത്രങ്ങൾ അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷെ വൈഷ്ണവരെ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. കൃഷ്ണനെക്കുറിച്ച് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ഇത് ഏറ്റവും വലിയ രഹസ്യമാണ്, ഏറ്റവും അമൂല്യമായിട്ടുള്ള രഹസ്യമാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതും പറഞ്ഞു കൊടുക്കും, അതും പറഞ്ഞു കൊടുക്കും, എല്ലാ മന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കും, ഭഗവാനെ പൂജിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുക്കും, എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നുള്ളത്. പക്ഷെ എന്നിട്ടും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ പോകത്തില്ലത്. അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ കൂടുതൽ നിറയുന്നത്. അതിൻ്റെ അർത്ഥം ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് വാല്യൂ ഇല്ല എന്നാണോ? അല്ല, കൃഷ്ണൻ അതാണ് ഇഷ്ടം എന്ന് അവർക്കറിയാം. ഭഗവാൻ കൂടുതൽ പേരെ സ്നേഹിക്കാൻ കൂടുതൽ പേരുടെ സ്നേഹം ഭഗവാന് വേണം. കാരണം എന്താ, ഒരു അച്ഛനും അമ്മയ്ക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും എല്ലാ കുട്ടികളോടും സ്നേഹമുള്ളതുപോലെ അതേപോലെ എന്താ പറയുക, ഭഗവാനും എല്ലാവരോടും സ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഭഗവാന്റെ മനസ്സിനെ മനസ്സിലാക്കി ഭക്തർ എപ്പോഴും കൂടുതൽ പേരിലേക്ക് ഭഗവാന്റെ സന്ദേശം എത്തിക്കാൻ നോക്കും. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അന്നേരം ഇവിടെ എന്തുവല്ലേ ഭാഗവതം ഒരു ശ്ലോകം ഇങ്ങോട്ടൊക്കെ പോകുന്നു അല്ലേ.
അതാണ് ഭാഗവത്തിൻ്റെ പവർ. ഭാഗവത്തിലെ ഇവിടെ സ്വയംഭൂ മനു കർദമ പ്രജാപതിയെ കണ്ടിട്ട് പറയുകയാണ്, ഞാൻ അങ്ങേ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ആ ഒറ്റ വാക്കായിരുന്നു അടിയൻ ഇവിടെ ഇത്രയും പറഞ്ഞത്. അന്നേരം ഈ ഒറ്റ വാക്കിൽ എന്തുമാത്രം അർത്ഥമുണ്ടെന്നല്ലേ. അതുകൊണ്ട് ഭാഗവതം നമ്മൾ പാരായണം ചെയ്യുക എന്നത് നല്ലതാണ്. പക്ഷെ ആ ഭാഗവത്തിൻ്റെ ആ അന്തസത്തയിലേക്ക്, ആ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഡീപ്പ് മീനിങ്, അത് നമുക്ക് ശ്രീല പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഭാഗവതത്തെ പോലെ ഒരു രത്നം ഈ ലോകത്ത് വേറെ ഇല്ല. ആചാര്യന്മാർ പറയുന്നു, കലിയുഗത്തിൽ ഉദിക്കുന്ന സൂര്യനാണ് ശ്രീമദ് ഭാഗവതം. എല്ലാവരും അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ, നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തില്ലേ, ആ സൂര്യനെ മറച്ചു വെച്ചിരിക്കുകയാണ് കാർമേഘം, മായാദേവി. അപ്പോൾ നമ്മുടെ നോട്ടത്തിൽ നിന്നും. പക്ഷേ ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സൂര്യൻ ഉദിച്ചു വരും. ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭഗവാനിൽ വിശ്വാസം വരും, ഭക്തിയിൽ വിശ്വാസം വരും, നാമജപത്തിൽ വിശ്വാസം വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇവിടെ സ്വയംഭൂ മനു പറയുകയാണ്, അങ്ങേ കണ്ടതിലൂടെ തന്നെ എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. കാരണം അങ്ങ് എനിക്ക് ഒരു രാജാവിൻ്റെ കർത്തവ്യങ്ങളെല്ലാം എന്താണെന്ന് പറഞ്ഞു നൽകി എന്ന് പറഞ്ഞു. ദിഷ്ട്യാ മേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ അകൃതാമനം ദിഷ്ട്യാ പാദരജാ സ്പൃഷ്ടം ശീർഷ്ണമേ ഭവതഃ ശിവം. എൻ്റെ വലിയ ഭാഗ്യമാണ് ഞാൻ അങ്ങേ കാണാൻ പറ്റിയത്. കാരണം മനോനിയന്ത്രണമോ ഇന്ദ്രിയ നിയന്ത്രണമോ ഇല്ലാത്തവർക്ക് അങ്ങേ കാണാൻ കഴിയില്ല. എന്നാലോചിച്ച് നോക്കണേ. അന്നേരം ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ കാണണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരെ നമുക്ക് കാണാൻ പോലും കഴിയില്ല. എന്നാലോചിച്ച് നോക്കണേ. അന്നേരം ഞാൻ വലിയ ഭാഗ്യശാലിയാണ്. അങ്ങയുടെ തൃപ്പാദത്തിലെ ധൂളി എൻ്റെ ശിരസിൽ പതിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. ഇതെൻ്റെ മഹാസൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയുന്നു. ആലോചിച്ച് നോക്കണം, ആരാണ് സ്വയംഭൂ മനു? ഈ ഭൂമണ്ഡലം മൊത്തം ഭരിക്കുന്ന ഒരാളാണ്. ബ്രഹ്മദേവന്റെ തന്നെ മകനാണ്. മനുഷ്യവംശം ഇദ്ദേഹത്തിലൂടെയാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. അദ്ദേഹം ഒന്നുമില്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വെറും ഒരു മരൂരിയും ധരിച്ചിരിക്കുന്ന ഒരു ഋഷിയുടെ പറയുകയാണ്, അങ്ങയുടെ തൃപ്പാദത്തെ തൊടുക എന്ന് പറഞ്ഞ മഹാസൗഭാഗ്യമാണ്. അന്നേരം ഈ കർദമ പ്രജാപതി ഇരിക്കുന്ന സ്ഥലം പോലും സ്വയംഭൂ മനുവിൻ്റെയാണ്. എന്നിട്ടും സ്വയംഭൂ മനു പറയുന്നത് കണ്ടോ, എന്താണ്? അങ്ങേപ്പോലുള്ളൊരു ഭക്തനെ കാണുക എന്ന് പറഞ്ഞാൽ അത് മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും ഇല്ലാത്തവർക്ക് പറ്റത്തില്ല. അന്നേരം സ്വയംഭൂ പറയും, എനിക്ക് മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടെന്നാണോ? അല്ല, അദ്ദേഹം പറയുന്നത് അങ്ങയുടെ കാരുണ്യമാണ് എനിക്ക് അങ്ങേ കാണാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ. ഇതുമല്ലേ ദൃഷ്ട്യാത്വാനുശിഷ്ടോഹം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ പിന്നെയും കാണാൻ പറ്റും. പക്ഷെ ഭഗവാന്റെ ഭക്തരെ കാണുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ദുർലഭമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം ഭഗവാൻ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നൽകിയിട്ടങ്ങ് പോകും. ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പരിശുദ്ധ ഭക്തരെ കണ്ടു കഴിഞ്ഞാൽ എന്തോന്നറിയോ, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമായതുകൊണ്ട് നമുക്കും ആ പരിശുദ്ധ ഭക്തി ലഭിക്കും. അന്നേരം ഭഗവാൻ എന്നേക്കുമായിട്ട് നമ്മുടെയും കൂടെ കൂട്ടത്തിലായിപ്പോവും. അതുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് ഭക്തരെ കാണിക്കത്തില്ല. ലവമാത്ര സാധു സംഘ സർവസിദ്ധി ഹോയി. ആ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനുമായിട്ട് ഒരു ചെറിയ കുറച്ച് നേരമുള്ള ഒരു സമ്പർക്കം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു. ഹരേ കൃഷ്ണ. ദിഷ്ട്യാത്വയാനുശിഷ്ടോഹം. ശില പ്രഭുപാദ്ജി തുടക്കകാലത്തിൽ ഡൽഹിയിലൊക്കെ ഒരുപാട് പ്രിൻറ്റിങ്ങിന് വേണ്ടി, മാഗസിൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. ഒരു ദിവസം പ്രിൻറ്റിങ് പ്രസ്സിൽ ഇങ്ങനെ പോയിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. കാരണം അദ്ദേഹത്തിൻ്റെ വേർപ്പും രക്തമാണ് നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ 69 വയസ്സുള്ള പ്രായമുള്ള അദ്ദേഹം പ്രിന്റിംഗ് പ്രസ്സിൽ രാവിലെ പോവും, അതിൻ്റെ മുതലാളി വരുന്നതിന് മുമ്പേ. എന്നിട്ട് പ്രിന്റിങ്ങിന് വേണ്ടി കാശില്ല പാവത്തിൻ്റെ കയ്യിൽ. അന്നേരം കയ്യിലുള്ള കുറച്ച് കാശ് വണ്ടി യാത്രാക്കൂലിക്കുള്ള കാശ് സേവ് ചെയ്യും, ഭക്ഷണത്തിനുള്ള കാശ് സേവ്. കാരണം അന്ന് സാധനങ്ങളൊന്നും വൃന്ദാവനത്തിൽ ഇരിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ ദാനമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും ചെയ്തില്ലായിരുന്നു. എന്നിട്ട് എത്രയോ ദൂരം വണ്ടി യാത്ര ചെയ്യുന്നതിന് പകരം ആൾ നടന്നു പോകും വെയിലത്ത്. അന്നും ഭയങ്കര വെയിലാണ് വൃന്ദാവനത്തിൽ. ആ പോകുന്നതിൻ്റെ ഇടയിൽ എത്രയോ പ്രാവശ്യം അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് പ്രിന്റ് ചെയ്ത് ആ മാഗസീൻ വിതരണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെയിലത്ത് ബോധം കെട്ട് വീണിട്ടുണ്ട് പ്രഭുപാദ്. ഒരു പ്രാവശ്യം ഒരു കാള കുത്തി പ്രഭുപാദ്. അന്നേരം ആ പ്രിന്റിംഗ് ചെയ്യുന്ന അവിടെ അതിരാവിലെ പ്രഭുപാദ് വന്നു. അവിടെ രാവിലെ വന്നിട്ട് എന്തിനാ വരുന്നതെന്നറിയാം? ആ പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. സ്വയം ഇരുന്ന് ഓരോ വാക്കുകളും ഇങ്ങനെ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഇത്. അന്നേരം എന്തുവാ, ആ പ്രിന്റിംഗ് പ്രസ് തുടങ്ങുന്ന ആ സമയത്തിനുള്ളിൽ വായിച്ചത്, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി. എന്നിട്ട് ആ അവിടുത്തെ മുതലാളി ആള് വന്നിട്ട് ചോദിക്കും, അങ്ങ് എന്തെങ്കിലും കഴിച്ചോ? പറയും ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറയും. നമ്മളിവിടെ ഗോപാൽജി ഉണ്ട്, നമ്മൾ നിവേദിക്കാറുണ്ട്, ഉള്ളി വെള്ളുള്ളി ഇല്ലാതെയാണ്, ഒന്ന് കഴിക്കുമോ? കുറച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെ ഇല്ലില്ല, നമുക്ക് സന്തോഷമുള്ളെന്ന് പറയും. അങ്ങനെ അവര് ഭഗവാന് നിവേദിച്ചിട്ട് അത് കൊടുക്കും. അതാണ് പ്രഭുപാദി കഴിക്കുന്നത്. എന്നിട്ട് ആരോടും ഒരു പരാതി ഇല്ലാതെ പാവം ഇരുന്ന് ഇങ്ങനെ വായിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് പ്രഭുപാദിയുടെ ഓരോ ബുക്കുകളും. അതുകൊണ്ട് പ്രഭുപാദിയുടെ ബുക്കിലെ ഓരോ പേജിലും ഓരോ വാക്കുകളിലും ഓരോ അക്ഷരത്തിലും ഗുരുവായൂരപ്പൻ നിറഞ്ഞിരിക്കുകയാണ്. കാരണം പ്രഭുപാദി ഏതൊരക്ഷരം എഴുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഭഗവാൻ അപ്രത്യക്ഷമാകുന്നില്ല. അതുകൊണ്ടാണ് ആ ബുക്ക് വായിച്ചിട്ട് ഈ ലോകമെമ്പാടും ഇത്രയും വിപ്ലവം സൃഷ്ടിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രിന്റിംഗ് പ്രസിന്റെ ഓണർ പ്രഭുപാദിയുടെ തുടക്കകാലമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടും ഒക്കെ. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞുപോയി, പ്രഭുപാദി അമേരിക്കയിൽ പോയി, പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അന്നേരം ഇദ്ദേഹം അറിഞ്ഞില്ല പ്രഭുപാദിയെ കുറിച്ച് പിന്നെ ഒരു വിവരവും ഇല്ല. അദ്ദേഹം വിചാരിച്ചു പ്രഭുപാദി പാവം എന്തെങ്കിലുമൊക്കെ ആയി കാണുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എങ്ങനെയോ ഇസ്കോൺ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമൊക്കെ എന്തൊക്കെയോ കേട്ടു. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി നോക്കിയപ്പോൾ അവിടെ പ്രഭുപാദിയുടെ വിഗ്രഹം ഇരിക്കുന്നു. ആള് മേലാകെ കോരിത്തെറിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നി പ്രഭുപാദി അവിടെ ഇരിക്കുന്നതായിട്ടും ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നി എന്നുള്ളത്. ഇദ്ദേഹം ഭക്തൻ എന്ന് പറഞ്ഞാൽ ആണ്, പക്ഷെ നമ്മുടെ പരമ്പരയിൽ അങ്ങനെ ദീക്ഷ ഒന്നും എടുത്തിട്ടില്ല. അന്നേരം പ്രഭുപാദിയുടെ ആ വിഗ്രഹം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി പ്രഭുപാദി ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട്. എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദി എന്ന് പ്രഭുപാദി പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നുള്ളതാണ്. ആളുടെ കണ്ണീരിങ്ങനെ കണ്ണീര് വന്നു. എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ശിഷ്യരോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, അദ്ദേഹം ഭഗവാന്റെ ധാമത്തേക്ക് പോയെന്ന്. അദ്ദേഹം എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്, ഇവിടെ എങ്ങനെ വന്നു?
അപ്പോഴാണ് അറിയുന്നത് ലോകമെമ്പാടും ഇത്രയും അമ്പലങ്ങൾ സ്ഥാപിച്ചു. അന്നേരം ഇദ്ദേഹം വിചാരിച്ചു, ഈ മഹാവൈഷ്ണവനായിരുന്നല്ലോ എൻ്റെ പ്രസ്സിൽ ഒരു മാഗസിൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് വന്നിരുന്നത് എന്ന് ചിന്തിച്ചു. അന്നേരം ആ നിമിഷങ്ങൾ ഓർത്ത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഏത് ജന്മത്തിൽ ചെയ്ത സൗഭാഗ്യമാണ് ഇങ്ങനെ ഒരു മഹാഭക്തനെ എനിക്ക് കാണാൻ പറ്റിയതും അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റിയതും. ഇതൊക്കെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നമ്മുടേതായിട്ടുള്ള ഈഗോ, നമ്മുടേതായിട്ടുള്ള മാലിന്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ നിമിഷവും ഗുരുവായൂരപ്പൻ്റെയും ഗുരു പരമ്പരയുടെയും മഹാകാരുണ്യമായിട്ട് നമ്മൾ കാണുക. കാരണം ഇപ്പോൾ കിട്ടുന്ന അവസരം എത്ര കാലം കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ അവസരങ്ങളെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനോട് നന്ദി പറയുക. ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ ഇന്നൊരു ദിവസവും കൂടെ ലഭിക്കുകയാണ് അങ്ങയുടെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി. ജപം ഒരു ദിവസം ഒരു പ്രഭുപാജിയുടെ അതിപ്രഗത്ഭനായിട്ടുള്ളൊരു ശിഷ്യനുണ്ട്, മഹാത്മാ പ്രഭു എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സൊക്കെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അദ്ദേഹത്തിനോട് ഒരു ഭക്തൻ ചോദിച്ചു, അദ്ദേഹം ദീക്ഷാഗുരുവാണ്, ഗുരുദേവ് ഇങ്ങനെ നമുക്ക് ജപിക്കാൻ പറ്റുന്നില്ല, ജപത്തിൽ ശ്രദ്ധ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം മഹാത്മാ പ്രഭു നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, മഹാത്മാ ദാസ് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, അതിമനോഹരമായിട്ട് സംസാരിക്കും പ്രഭുജി. ദീക്ഷാഗുരുവാണ് അദ്ദേഹം, ഗൃഹസ്ഥനാണ്, പക്ഷെ മഹാവൈഷ്ണവനാണ് അദ്ദേഹം. എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാം. എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും. അന്നേരം ഞാൻ എല്ലാ പ്രഭുപാജിയുടെ ശിഷ്യരുടെയും ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയൻ്റെ ഗുരു മഹാരാജ് തീർച്ചയായിട്ടും, പിന്നെ രാംനാഥ് സ്വാമി മഹാരാജിൽ നിന്നാണ് ആദ്യമായിട്ട് ഭക്തിയിൽ ഞാൻ അടിയൻ വരുന്നതും, പിന്നെ മഹാത്മാ പ്രഭു, പിന്നെ കുറേ വൈഷ്ണവരുണ്ട്. കുറേ വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ എനിക്കിഷ്ടമാണ്. ഗൗരാംഗ് പ്രഭു, പിന്നെ രാധേശ്യാം പ്രഭു, ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജ്, ഭക്തി വികാസ് സ്വാമി മഹാരാജ്, എല്ലാവരും അടിപൊളിയായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അവർ പറയുന്ന ഇങ്ങനെ കേട്ട് ഗൗരാംഗ് പ്രഭു അവരൊക്കെ ഗോർഗോപാൽ പ്രഭുവിൻ്റെ അതിമനോഹരമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും നമുക്ക്. അത്രയ്ക്ക് അത് അവരുടെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അന്നേരം ഇവിടെ അടിയൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ പറഞ്ഞു വിട്ടുപോയി, സോറി. എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നേ? എന്തായിരുന്നു ഒന്ന് പറയാം? ഹരേ കൃഷ്ണ. അന്നേരം മഹാത്മാ പ്രഭു പറഞ്ഞത്, ജപത്തിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം മഹാത്മാ പ്രഭു പറയുകയാണ്, ഓരോ ദിവസവും ജപമാല നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഭഗവാനെ, ഈ ജപമാല കയ്യിൽ പിടിക്കാൻ പറ്റുന്നത് അങ്ങയുടെ കാരുണ്യത്താലാണ്. അങ്ങയുടെ കാരുണ്യത്താലാണ് ഈ ജപമാല എൻ്റെ കയ്യിൽ വന്നത്. ജപിക്കുന്നത് പോട്ടെ, അല്ലേ? നമ്മൾ എത്രയോ പേരോട് ജപത്തെക്കുറിച്ച് പറയുന്നു. ജപമാല കൈ പിടിക്കാൻ എല്ലാവർക്കും തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു മാല ജപിക്കാൻ എല്ലാവർക്കും തോന്നുന്നുണ്ടോ? ഇല്ല. അത്രയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം ഒരു മാല ജപിക്കാൻ.
ഇനി 16 മാല ജപിക്കാൻ എന്തുമാത്രം അനുഗ്രഹം വേണം ഭഗവാൻ. നമ്മൾ ചിലപ്പം ചില വ്യക്തികളില്ലേ ജപിക്കാതിരിക്കുന്നവര്, അവർ വിചാരിക്കും എനിക്ക് അത്ര ജപിക്കാൻ താല്പര്യമില്ല. നമുക്ക് താല്പര്യമില്ലെന്നല്ല, ഭഗവാന് താല്പര്യമില്ല നമ്മൾ ജപിക്കണം. അതാണ് ജപിക്കാൻ പറ്റാത്തത്. കാരണം ജപിച്ചു കഴിഞ്ഞാൽ എന്താവും, ഭഗവാനായിട്ട് അടുക്കും. അന്നേരം ഭഗവാന് നമ്മുടെ അടുപ്പം താല്പര്യമില്ല. അന്നേരം അതിനെയാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അന്നേരം ഭഗവാനോട് യാചിക്കണം, ഗുരുവായൂരപ്പ അങ്ങയുടെ തിരുനാമം ജപിക്കാൻ ഒരു അനുഗ്രഹം തരണം. ഭക്തരുടെ കാരുണ്യത്തിന് വേണ്ടി ഗുരുപരമ്പരയോട് യാചിക്കണം, ഗുരുവായൂരപ്പ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറ്റണേ, 14 മാല ജപിക്കാൻ പറ്റണേ, 4 യമനിയമങ്ങൾ പാലിക്കാൻ പറ്റണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അറബികളുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ അവർ പുലിയെയും സിംഹത്തെയൊക്കെ വളർത്താറുണ്ട്. ഞാൻ പലപ്പോഴും സത്സംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവിടെ ആരെങ്കിലുമൊക്കെ കയറുമ്പോൾ സിംഹവും പുലിയും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആകെ ഒരു സിംഹം ഇങ്ങനെ തുറിച്ചു, ഒരു പട്ടി നോക്കുമ്പോഴേ നമ്മുടെ എല്ലാ ബലവും പോകും. ഇത് സിംഹവും പുലിയും നോക്കിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും? അത് പ്രത്യേകിച്ച് അതിൻ്റെ മുതലാളി അടുത്തുമില്ല. എന്നിട്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ ഗർജിച്ചുകൊണ്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇന്ന് ഹരിപോലായി, ഇന്ന് ഞാൻ പ്രസാദമായി, പുലിയുടെ നിവേദ്യമായി എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ ആ സമയത്ത് ആ മുതലാളി പുറത്ത് വന്നിട്ട് ആ സിംഹത്തിനെ വിളിക്കുമ്പോൾ സിംഹം ശാന്തമായിട്ട് മാറും. അതേപോലെയാണ് മായാദേവി. മഹാശക്തിയാണ്, ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് മായാദേവിയുടെ മുമ്പിൽ ആർക്കും പഠിച്ചിരിക്കാൻ കഴിയില്ല. ഇപ്പം കംസനാണെങ്കിലും രാവണനാണെങ്കിലും ഞാൻ പല പ്രാവശ്യം തുടക്കത്തിലൊക്കെ ചിന്തിച്ചിരുന്നു, ഈ അസുരന്മാരെയൊക്കെ ദേവിക്ക് നിഷ്പ്രയാസം കൊന്നാ പോരെ? കാരണം ഈ പ്രപഞ്ചം മൊത്തം ദേവിയുടെ അല്ലേ, ഭഗവാന്റെ ശക്തിയല്ലേ. അന്നേരം പിന്നെ നമ്മൾ ആചാര്യന്മാരിൽ നിന്ന് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, കാരണം ഈ പ്രപഞ്ചം മൊത്തം ദേവിയുടേതാണ്. അന്നേരം ദേവിയുടെ മായയിൽ പെട്ട് കിടക്കുകയാണ് ഇവര്. ഇത് തന്നെയാണ് ദേവിയുടെ ലക്ഷ്യവും. അവർ ആസുരിക പ്രവൃത്തികൾ ചെയ്ത് ഇവിടെ തന്നെ കിടക്കണമെന്നാണ് ദേവിയുടെ പ്ലാൻ. അന്നേരം ഈ അസുരന്മാരെല്ലാവരും അഹങ്കരിച്ചിരിക്കുന്നു, ഞാനിവിടെ അധികാരിയായി. അപ്പോഴൊക്കെ മായാദേവി ചിരിക്കുകയാണ്, നീ ഇവിടെ തന്നെ കിടക്കടാ, നിനക്ക് അങ്ങോട്ട് പോകാനുള്ള യോഗ്യതയൊന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം മായാദേവിയുടെ ട്രാപ്പിലാണ് ഇവരെല്ലാവരും. ഇതുമല്ലേ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ഇതിൽ നിന്നൊക്കെ മാറിയിരിക്കുമ്പോൾ ഉടനെ മായാദേവി തോന്നിപ്പിക്കുന്നു, നിങ്ങൾക്ക് അറിയാമോ എന്താ, നിങ്ങൾ തന്നെയാണ് ഭഗവാൻ. ഒരു കൂട്ടം ശിഷ്യരെ കൊണ്ടും പറയിപ്പിക്കും, നിങ്ങൾ തന്നെ ഭഗവാൻ, ഇത് ഭഗവാനാണ്, കലിയുഗത്തിലെ അവതാരമാണെന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കും, തന്നെ ആണോ, ഞാൻ ഭഗവാനാണോ എന്ന് പറഞ്ഞ് പിന്നെ ആരതി അഭിഷേകം എല്ലാ കലിയുഗത്തിലെ ഭഗവാനാക്കും എന്നുള്ളത്. കാരണം എന്താ, രക്ഷപ്പെടരുത്, കൂട്ടത്തിലുള്ളവർ രക്ഷപ്പെടരുത്. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ സ്വഭാവം തന്നെ ഭഗവാന്റെ അടുത്തും കാണിക്കും. അവിടെ ചെന്ന് ഭഗവാനായിട്ട് മത്സരതാ ബുദ്ധി വയ്ക്കും. അതുകൊണ്ട് ഇവിടെ തന്നെ നീ കിടക്കടാ എന്ന് പറഞ്ഞിട്ട് അന്നേരം മായാദേവി ഇട്ട് കറക്കി ഒരു പരുവാക്കുന്നുള്ളതാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അറബി വളർത്തുന്ന സിംഹത്തെ പോലെയാണ് മായാദേവി, ഭഗവാന്റെ മായാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് കടിച്ചു കീറിക്കളയും നമ്മളെ. മായാദേവി ഒന്ന് ഊതിക്കഴിഞ്ഞാൽ നമ്മളെ തെറിച്ചു പോകുന്നുള്ളതാണ്. പ്രഭുപാദജി പറയുന്നു, മായാദേവി എത്രത്തോളം കാലം നമ്മളെ പിന്തുടരും, അവസാന ശ്വാസം വരെ നമ്മളെ പിന്തുടരും. അവസാന നിമിഷവും 2 ചെവിയിൽ നിന്ന് 2 ശബ്ദം കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു ചെവിയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ സംസാരിക്കും, ഒരു ചെവിയിൽ നിന്ന് ഭഗവാൻ കൃഷ്ണന്റെ അതേ രൂപത്തിൽ അതേ ശബ്ദത്തിൽ മായാദേവി സംസാരിക്കുന്നത്. എന്നാലും നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഏതാ ഗുരുവായൂരപ്പൻ ഏതാ മായ? ഒരേ സ്വരത്തിൽ ഒരേ രൂപത്തിൽ നമ്മളോട് സംസാരിക്കും ഭഗവാൻ. അവിടെയാണ് നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹം വേണ്ടത്. ഗുരു പറയടേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കൃഷ്ണ, ഇത് ഒറിജിനൽ, ഇതാണ് പറഞ്ഞത്.
കാരണം നമ്മളിത് ചിലവരങ്ങനെയുണ്ട്, ഭക്തിയിലൊക്കെ വന്നു കഴിയുമ്പം ഗുരുദേവ് ഗുരുദേവ് എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗുരുദേവിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഭഗവാനായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. അന്നേരം ഗുരുദേവ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇവിടെ മോനെ ഇങ്ങനെയല്ല, മാതാജി ഇങ്ങനെയല്ല, പ്രഭു ഇങ്ങനെയല്ല, അത് മതി കേട്ടോ, കൂടുതൽ ഇങ്ങോട്ടൊന്നും ഇടപെടണ്ട, എനിക്കറിയാം എന്താ ശരിയെന്ന്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയോളാം. അപ്പോൾ എടി ഇങ്ങനെയല്ല ഇങ്ങനെയാണ്, മതി, നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഒരാളുടെ ആവശ്യമൊന്നുമില്ല, ഈ ബ്രോക്കറിൻ്റെ ആവശ്യമില്ല. എടാ ഇത് കുഴിയാണ്, കുഴിയിലോട്ടാണ് വീഴുന്നത്, മതി മതി പേടിപ്പിക്കാൻ നോക്കണ്ട, അപ്പോഴത്തേക്ക് കുഴിയിൽ. അങ്ങനെ ഗുരു വിചാരിക്കും അയ്യോ ഇവരെങ്കിലും രക്ഷപ്പെടുത്ത, അവരും പോയി കുഴിയിൽ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഭഗവാൻ കൃഷ്ണന്റെ അതേ വേഷമിട്ട് അതേ മിമിക്രി ചെയ്ത് അതേ സ്വരത്തിലായിരിക്കും മായാദേവി സംസാരിക്കുന്നത്. അത് കറക്റ്റായിട്ട് വേർതിരിച്ച് അറിയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. കാരണം എന്താ, നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മായാദേവിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ തന്നെ, നമ്മൾ ഭഗവാന്റെ നമ്മൾ ഇനി യൂട്യൂബ് ഒന്നും വേണ്ട, ഇൻസ്റ്റാഗ്രാം ഒന്നും വേണ്ട, ഇല്ല ഭഗവാന്റെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അല്ല, ഭഗവാന്റെ വീഡിയോസ് കണ്ടുകൂടെ, അതിലെന്താ തെറ്റ്? യൂട്യൂബ് കുഴപ്പമില്ല, ഭഗവാന്റെ വീഡിയോസ് കണ്ടാൽ മതി. അങ്ങനെ വീഡിയോ കണ്ട് 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 അതിൻ്റെ ഇടയിൽ ഒരു റെക്കമെൻഡേഷൻ വരും, അയ്യോ ഇത് മായയാണ്. മായ അല്ല, പുറം ലോകത്ത് എന്താ നടക്കുന്നത് നമ്മൾ അറിയണ്ടേ? അതൊക്കെ അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രചരണം ചെയ്യും? ഉടനെ അതിൽ ക്ലിക്ക് ചെയ്യും, പിന്നെ വീണ്ടും റെക്കമെൻഡേഷൻ, പിന്നെ പിന്നെ ഓ എന്ന് പറഞ്ഞിട്ട് ഒറ്റ എങ്ങോട്ടോ പോയി. പിന്നെ കുറെ കഴിയുമ്പോഴേ ആലോചിക്കുന്ന, അയ്യോ എത്ര ദിവസം പോയി, എത്ര സമയം പോയി എൻ്റെ വെറുതെ. അപ്പം മായാദേവി പറയും വീണ്ടും വീണ്, എത്ര പ്രാവശ്യം വീഴൂടെ നീ? അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. ഭഗവാന്റെ അതേ രൂപത്തിൽ അതേ സ്വരത്തിലായിരിക്കും മായാദേവി സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തോന്നും, ഓ ഭഗവാന്റെ ഭഗവാനെ പോലെ വളരെ മധുരമായിട്ട് തോന്നുന്നു, എത്ര നല്ല ഐഡിയ ആണ്, എത്ര നല്ല, ഇതേ എനിക്ക് ഭഗവാൻ വേണ്ടി ഇത് ചെയ്യാൻ പറ്റും, ഭഗവാൻ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ഒരു അപ്രൂവൽ സിസ്റ്റം വേണം. കാരണം മായാദേവിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10ാമത്തെ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അടിച്ചുവിടുക എന്നതല്ല. കാരണം ഒറ്റയടിക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വീണു എന്ന്. മായാദേവി 10ാമത്തെ ഫ്ലോറിൽ നിന്ന് 9ാമത്തെ ഫ്ലോറിൽ കൊണ്ടുവരും, 9ൽ നിന്ന് 8ൽ കൊണ്ടുവരും, 8ൽ നിന്ന് 7ൽ കൊണ്ടുവരും, പിന്നെ 6, 5, 4, 3, 2, 1. ഈ തൂവൽ ഇങ്ങനെ ആടി ആടി താഴെ വീഴുന്നത് പോലെ. മനസ്സിലായില്ലേ? കയറാൻ ബുദ്ധിമുട്ടാണ്, ഇറങ്ങാൻ വളരെ ഈസിയാണ്. പടി ഇറങ്ങി 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 ഇങ്ങനെ വരാം, കയറുമ്പോഴാണ് ഭയങ്കര ടഫ്. അതുകൊണ്ട് ഈ 5 വർഷത്തിൽ ഈ സത്സംഗത്തിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വിടാൻ വളരെ എളുപ്പമാണ്. പല പല കാരണങ്ങൾ തോന്നി, പല പല തെറ്റിദ്ധാരണകൾ തോന്നി, നമ്മൾ മാറി നിൽക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം മായാദേവിയുടെ കളികളാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആയില്ലേ? അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മുടെ ലക്ഷ്യം ഭഗവാൻ കൃഷ്ണനായിരിക്കണം. ഒരിക്കലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ ഗർഗഭാഗവത്ത് നിങ്ങൾ പഠിച്ചില്ലേ, ശ്രീമതി രാധാറാണി പരീക്ഷിക്കുകയാണ് ഭഗവാൻ സ്വയം. ഭഗവാൻ ഒരു ഗോപികയായിട്ട് വന്നിട്ട് രാധാറാണി പറയാ, ആ കൃഷ്ണൻ ഉണ്ടല്ലോ ഒട്ടും ശരിയല്ല കേട്ടോ, എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ വെണ്ണയും ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി, അവ ഒട്ടും ശരിയല്ലെന്ന്. അങ്ങനെ രാധാറാണി പോലും പറ്റിക്കാൻ നോക്കുകയാണ് കൃഷ്ണൻ. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അതിന് അടിസ്ഥാനമായിട്ട് എന്താ വേണ്ടത്? തിരുനാമ ജപം. ഭഗവാന്റെ തിരുനാമം നമ്മൾ ശ്രദ്ധയോടുകൂടി ജപിക്കുന്നുണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് ഗുരു പറയുന്നത് മനസ്സിലാവും, ഭഗവാനാണോ മായയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അർജുൻ ഭഗവാന്റെ മടിയിൽ ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നാരദ മഹർഷി വന്നപ്പോൾ നാരദ മഹർഷിക്ക് അർജുൻ്റെ ഒരു മുടി ഭഗവാൻ കൊടുക്കുക, എന്നിട്ട് ചെവിയിൽ വെക്കാൻ തോന്നുന്നു. എന്നിട്ട് കാരണം നാരദ മഹർഷി നോക്കിയപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ആരെയാണോ സേവനം ചെയ്യുന്നത്, അദ്ദേഹം ഈ ഭക്തന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സാക്ഷാൽ അനന്തശേഷന്റെ മുകളിലാണ് ഭഗവാൻ കിടക്കുന്നത്. ഇത് ഭഗവാന്റെ മുകളിൽ അന്നേരം ഭഗവാന്റെ മുകളിൽ എന്ത് വരുന്നു? അർജുൻ കിടക്കുന്നു. അന്നേരം അത് എന്താണെന്ന് അന്നേരം എന്തു പറയുന്നേ, ഭഗവാന്റെ മുകളിൽ അർജുൻ കിടക്കുകയാണ്. അന്നേരം ആ അർജുൻ്റെ മുടിയെടുത്ത് ചെവിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ, നാരദ മഹർഷി ചെവിയിൽ വെച്ചപ്പം ഭഗവാന്റെ നാമം കേൾക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതുകൊണ്ടാണ് അർജുന്, എനിക്ക് ഭഗവാൻ ചോദിച്ചു, നിനക്ക് നാരായണ സേന വേണോ അതോ എന്നെ വേണോ, ഞാൻ ആയുധം പോലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അർജുന് കറക്റ്റായിട്ട് ഭഗവാനെ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? നാമജപത്തിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. നമ്മൾ സത്സംഗത്തിൻ്റെ ഇടയിലിരിക്കുമ്പോൾ വേറൊരു കാര്യം ഇവിടെ പറയരുത്. രമേശ് പ്രഭു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ പറയുക, ഓക്കെ? ഇപ്പോൾ FBയിൽ പരസ്യം വരുന്നു, അത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ഇതിൽ എല്ലാ പരസ്യവും ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടല്ലേ നമ്മൾ ലൈവ് എടുക്കുന്ന വീഡിയോസ് 5 വർഷമായിട്ട് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഫ്രീ ആയിട്ട് ഇപ്പോൾ സുഖിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് ഇടുന്നതായിരിക്കും. യൂട്യൂബിലും അതേപോലെ ഇടും. നമുക്ക് അതിന് പെയ്ഡ് വെർഷൻ ചെയ്യാം. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ രമേശ് പ്രഭു? ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യും. ഈ പരസ്യം വന്നാലും ആ പരസ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ലേ, അതിൽ ഫോക്കസ് ചെയ്യൂ. എന്ത് നടക്കുന്നില്ല എന്ന് ചിന്തിക്കാതെ എന്ത് നടക്കുന്നു എന്ന് ഫോക്കസ് ചെയ്യും. ഓക്കെ? അന്നേരം അതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ പഠിക്കേണ്ടത്. ഇന്ന് അധ്യായം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. നാളെ നമുക്ക് ഈ ഒരു അധ്യായം വീണ്ടും തുടരാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഗഭാഗവതം എല്ലാവരും ശ്രവിക്കുക. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന വീഡിയോ സീരീസ് അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ.